ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ക്ലാസ് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും രണ്ട് സംശയങ്ങൾ ചോദിച്ചതിനെ പറ്റി പറയാം. ഈ ഷുറൂഖ് നമസ്കാരം എന്നൊരു നമസ്കാരം ഉണ്ടോ? ഡിഫറെന്റ് ഫ്രം പ്രയർ ഷുറൂഖ്. ഞാനത് വിശദമായിട്ട് പിന്നീട് പറയാം. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ സമാധാനം പറയാം. ആദ്യം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൂടി സുബ്ഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാറില്ല. പല ദിവസങ്ങളിലും സുബ്ഹി നമസ്കരിച്ചിട്ട് അവർ പള്ളിയിൽ കൂടിയിരിക്കും. എന്നിട്ട് അവര് പലതും വർത്തമാനം പറയും. എന്താ പറയാന്ന് ചോദിച്ചാല്, ചിലപ്പോഴവരുടെ ജാഹിലിയ കാലത്തെ അവരുടെ കാര്യങ്ങൾ ഓർമ്മിക്കും. പണ്ടങ്ങനെ ചെയ്തിരുന്നു, അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ. ചിലപ്പോഴവർ കണ്ട സ്വപ്നങ്ങളെ പറ്റി പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ചിലതൊക്കെ നബി എന്തെങ്കിലും വിശദീകരണം നൽകും, ചിലതിനൊന്നും നബി ഒരു വിശദീകരണം നൽകാറുമില്ല. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നവരെ അവിടെ ഇരിക്കും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം, സൂര്യൻ ഉദിച്ച പാടില്ല, ഉദിച്ച് ഉദയം പൂർത്തിയായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളും, നബി കൃത്യമായി എന്ന് പറഞ്ഞുകൂടാ, സഹാബികളിൽ കാണാവുന്നത് അവര് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അവര് വീടുകളിലേക്ക് പോകും. ഈ നമസ്കാരം എന്താണ്? ഈ നമസ്കാരത്തെ പറ്റിയുള്ള പൊതുവീക്ഷണം അത് സലാത്തുൽ ളുഹായാണ്. ളുഹാ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഖത്തറിലൊക്കെ പെരുന്നാൾ നമസ്കാരം നിസ്കരിക്കുന്ന സമയമാണ്. ഏതാണ്ട് സൂര്യോദയം കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാല്. ളുഹാ സമയത്തെ നമസ്കാരം സുന്നത്താണല്ലോ. അത് ളുഹാ നമസ്കാരമാണ് എന്നതാണ് ഭൂരിഭാഗം എന്നൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ തെറ്റ് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായം. എന്നാൽ അതല്ല എന്ന്, ളുഹാ നമസ്കാരം വേറെയാണെന്നും ഇത് ഉദയത്തോടനുബന്ധിച്ച് നടക്കുന്ന വേറൊരു നമസ്കാരമാണ് എന്നും പറഞ്ഞുകൊണ്ട് സലാത്ത് ഷുറൂഖ് എന്ന് പറഞ്ഞ് വേറെ ഒന്നായി എണ്ണിയ ചില പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടാണ് സലാത്ത് ഷുറൂഖ് എന്ന് പറയുന്നത്. സലാത്ത് ഷുറൂഖായി കണക്കാക്കേണ്ടതില്ല, സലാത്തുൽ ളുഹായാണ്. വേറെ ഹദീസുകൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് നബീദ് ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നതാണ്. പിന്നെ അതെന്താന്ന് പറഞ്ഞാൽ, അതിന് ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് പറഞ്ഞാൽ നബി വീഞ്ഞു കുടിക്കാറുണ്ടായിരുന്നു എന്നാണ് മലയാളം വരിക. നബീദ് എന്നതിന്റെ മലയാളം വീഞ്ഞാണ്. അതുപോലെ ഇംഗ്ലീഷിലേക്ക് വന്നാൽ വൈനാണ് വരിക, വൈന് കുടിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. നബി വീഞ്ഞു കുടിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ സംഭവം എന്താണെന്നറിയോ? അറബിയിൽ അതിന് നബീദ് എന്ന് പറയുന്നുള്ളൂ. അതിന്റെ മലയാള ട്രാൻസ്ലേഷനും ആ പദങ്ങൾ തമ്മിൽ സാമ്യമുണ്ടെന്ന് അർത്ഥമുള്ളൂ. ഏത്? സാധാരണ വീഞ്ഞിന് ഉപയോഗിക്കുന്ന വാക്കിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന ആ കാര്യത്തിനും. അതെന്താണ് ആ കാര്യം എന്നറിയോ? ദീനിൽ അംഗീകരിക്കപ്പെട്ടൊരു കാര്യമുണ്ട്. ലേശം വെള്ളത്തില് കുറച്ച് മുന്തിരിയോ അല്ലെങ്കിൽ കുറച്ച് ഈത്തപ്പഴമോ എന്തെങ്കിലും ഇട്ട് വെക്കുക രാത്രിയില്. നേരം പുലരുമ്പോ അത് ആ വെള്ളം കുടിക്കുക. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിൽ നൊരയും പതയും വന്നിട്ടുണ്ടാകരുത്. ഒരു ദിവസം ഇട്ട് വെച്ചാൽ നൊരയും പതയും വരൂല. അതിൽ വീഞ്ഞുമില്ല, ലഹരിയുമില്ല, ഒന്നുമില്ല. അത് വെറും ആ ഉണങ്ങിയ മുന്തിരി അതിൽ അലിഞ്ഞു ചേർന്നിട്ട്, അല്ലെങ്കിൽ പച്ച മുന്തിരി അതിന്റെ പിന്നെ പോഷകങ്ങൾ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വെള്ളം മാത്രമാണ്. അത് കുടിക്കാം. അതിന് അറബിയിൽ നബീദ് എന്നാ പറയാ. അതാണ് ഈ ഹദീസിലെ വാചകം. നബി നബീദ് കുടിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കുന്ന വീഞ്ഞോ വൈനോ അല്ല. അത് ചിലപ്പോഴെന്ത് ചെയ്യും, ചിലപ്പോഴടുത്ത ദിവസവും ആ വെള്ളം കളയാതെ, ആ പാത്രത്തിലെ പഴം ഒഴിവാക്കാതെ അതിൽ തന്നെ വീണ്ടും വെള്ളം ഒഴിച്ചു വെക്കും. അടുത്ത ദിവസം ചിലപ്പോൾ 3 ദിവസം വരെ നബി ചെയ്യും. 3 ദിവസത്തിലധികം ഒരേ പാത്രത്തിലെ വെള്ളം കുടിക്കാറില്ല, ഒരേ പഴം ഇട്ട് വെച്ച വെള്ളം കുടിക്കാറില്ല. അതിന്റെ കൂടെ തന്നെ അതിൽ നുരയോ പതയോ വന്നു കഴിഞ്ഞാൽ തീരെ ഉപേക്ഷിക്കുക ചെയ്യാം. അപ്പൊ നമുക്കും അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഒരു പാത്രത്തില് ഒരു പഴം ഇട്ട് വെച്ചു, പഴം ഇട്ടിട്ട് കുറച്ച് പഴങ്ങൾ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു വെച്ചു, പിറ്റേന്ന് രാവിലെ എടുത്ത് കുടിക്കാം. അടുത്ത ദിവസം കുടിക്കാം, അടുത്ത ദിവസം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം കുടിക്കാം. 3 ദിവസത്തിലധികം അങ്ങനെ കുടിക്കാൻ പാടില്ല ഒരേ പഴത്തില്. വേറൊരു കണ്ടീഷൻ എന്താ? നൊരയും പതയും വന്നാൽ അത് ഉപേക്ഷിക്കണം, കുടിക്കാൻ പാടില്ല. നൊരയൊക്കെ വരില്ല. ഇങ്ങനെ വേറൊരു കണ്ടീഷൻ, ഒന്നിലധികം പഴങ്ങൾ ഒരേ പാത്രത്തിൽ ഇടാൻ പാടില്ല.
കുറച്ച് മുന്തിരിയും കുറച്ച് പിന്നെ ഈത്തപ്പഴവും പിന്നെ മറ്റേതെങ്കിലും ഒരു പഴവും കൂടി ഒരുമിച്ചൊരു പാത്രത്തിലിട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കുടിക്കാനും പാടില്ല എന്നതാണ് ഇതിന്റെ വിധി. ഓക്കെ. മൂന്നാമത് ചോദിച്ച ചോദ്യം ഈ ജാമ്യ സഹിയും പിന്നെ മുഅല്ലഖാത്ത് പിന്നെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതെന്താന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഹദീസുകൾ ക്രോഡീകരിക്കുന്ന സമയത്ത്, ഹദീസുകൾ ക്രോഡീകരിക്കുക മീൻസ് ഹദീസുകൾ എന്ന നില പ്രചാരത്തിലുണ്ട്, ഹദീസിന്റെ കിതാബുകളും പ്രചാരത്തിലുണ്ട്, ഒരുപാട് ഹദീസിന്റെ കിതാബുകൾ ഗുരുനാഥന്മാർ ഹദീസുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇമാം ബുഖാരിക്ക് ചെയ്യാനുണ്ടായിരുന്ന, അദ്ദേഹം ഈ വഴി തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വഴി ഈ ഹദീസുകളിൽ നിന്ന് പിന്നെ സനദ് കൊണ്ട്, പരമ്പര കൊണ്ട് ഉറപ്പായ ഹദീസുകൾ ഏതാണ് എന്ന് പരിശോധിച്ച് എഴുതുക എന്നുള്ളതാണ്. നമ്മൾ ധരിച്ചതുപോലെ എഴുതപ്പെടാതെ പോയ പ്രവാചകന്റെ വചനങ്ങൾ മുഴുവൻ ഇമാം ബുഖാരി വന്നിട്ട് സ്വരൂപിച്ചെടുത്തതല്ല. ഓൾറെഡി അതൊക്കെ എഴുതപ്പെട്ടതും സ്വരൂപിക്കപ്പെട്ടവയുമാണ്. ഒരുപാട് ഹദീസിന്റെ കിതാബുകൾ ആ സമയത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എഴുത്തു കോപ്പികൾ ഗുരുനാഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരു സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ഒരു പുനഃപരിശോധന. ഖുർആനേക്കാൾ ഏറെ തവണ ഹദീസുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അത് പുനഃപരിശോധന നടത്താൻ നേരത്തെ അദ്ദേഹം അതിന് സ്വന്തമായി ചില നിബന്ധനകൾ വെച്ചു. എന്ത്? ഒരു ഹദീസ് വിശ്വാസയോഗ്യമാണെന്ന് ഉറപ്പു വരണമെങ്കിൽ അതിലെ റിപ്പോർട്ടർമാരൊക്കെ എങ്ങനെയാവണം, അതിന് ഇന്ന നിബന്ധനകളുണ്ട് എന്നെല്ലാം കൂടി. ആ നിബന്ധനകൾ പൂർണ്ണമാവാത്ത ചില ഹദീസുകൾ ഇമാം ബുഖാരിക്ക് ഉത്തമ വിശ്വാസമുണ്ട്, ആ ഹദീസുകൾ സഹിയാണ്. സഹിയാണ് മീൻസ് അത് സ്വീകാര്യോഗ്യം തന്നെയാണ്. പക്ഷെ താൻ വെച്ച ചില നിബന്ധനകൾ അതിൽ പൂർത്തീകരിക്കാത്തത് കൊണ്ട് ഇമാം ബുഖാരി തന്റെ കിതാബിൽ എന്ത് ചെയ്തോരോ, ആ തരം ഹദീസുകൾ സനദ് ഇല്ലാതെ കൊടുത്തു. സനദ് മീൻസ് അതിന്റെ പരമ്പര ഇല്ലാതെ കൊടുത്തു. പരമ്പര എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി ഒരു ഹദീസ് പറയുമ്പോൾ എനിക്ക് എന്റെ ഇന്ന ഗുരുനാഥൻ പറഞ്ഞു തന്നു, അദ്ദേഹത്തിന് ഇന്ന ആള് പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തിന് ഇന്ന ആള്, പിന്നെ ഇന്ന താബി, പിന്നെ ഇന്ന സഹാബി, പിന്നെ നബി, ഇതാണ് ആ പരമ്പര. ആ പരമ്പര ഇല്ലാതെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇമാം ബുഖാരി പരമ്പര ഇല്ലാതെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെയാണ് മുഅല്ലഖായിട്ട് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമാം ബുഖാരിയുടെ മറ്റ് ഗ്രന്ഥങ്ങളിൽ ആ ഹദീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, മറ്റ് സനദുകളിലൂടെ ഹദീസ് സഹിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. മുഅല്ലഖായ ഹദീസ് ആയതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കേണ്ടതില്ല, അതുകൊണ്ട് മാത്രമേ തള്ളിക്കളയേണ്ടതുമില്ല എന്നർത്ഥം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നു. 101-ാമത്തെ ആയത്ത്. ഫലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും നബദ ഫരീഖുൻ മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. ഫലമ്മാ ജാഅഹും, അവർക്ക് വന്നപ്പോൾ, അവർക്ക് ഇസ്രായേലിയർക്ക്, റസൂലുൻ മിൻ ഇൻദില്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൂതൻ വന്നപ്പോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസദ്ദിഖുൻ, അദ്ദേഹം സത്യപ്പെടുത്തുന്നവനായിരുന്നു, ലിമാ മഅഹും, അവരോടൊപ്പമുള്ള വേദഗ്രന്ഥത്തെ, തൗറാത്തിനെ അംഗീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അങ്ങനെ വന്നപ്പോ നബദ, വലിച്ചെറിഞ്ഞു, ഉപേക്ഷിച്ചു. ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ, അല്ലദീന ഊത്തുൽ കിതാബ, ഗ്രന്ഥം നൽകപ്പെട്ടവർ എന്നാണ് അതിന്റെ പരിഭാഷ. ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഖുർആനില് അല്ലദീന ഊത്തുൽ കിതാബ, ഗ്രന്ഥം നൽകപ്പെട്ടവർ. പിന്നെ ചിലപ്പോഴൊക്കെ ഖുർആൻ അഹ്ലുൽ കിതാബ് എന്ന വാക്കും ഉപയോഗിക്കാറുണ്ട്. അഹ്ലുൽ കിതാബ്, വേദക്കാർ എന്നതിന്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ക്രിസ്ത്യാനികളെയല്ല, ജൂതന്മാരെയാണ്. ആ ജൂതന്മാർ ഉപേക്ഷിച്ചു കിതാബ് അള്ളാഹുവിന്റെ കിതാബിനെ. അപ്പൊ ഇവരുടെ കിതാബുള്ള എന്നിവിടെ ഉപയോഗിക്കുമ്പോഴേ തൗറാത്തുമാവാം, വിശുദ്ധ ഖുർആനും ആവാം. പക്ഷെ ഇവിടെ അവരെ പറ്റി പറയുമ്പോൾ ആ കിതാബുള്ള തൗറാത്താണ്. ആ കിതാബിനെ അവർ ഉപേക്ഷിച്ചു. വറാ ലുഹൂരിയും, വറാ എന്ന് പറഞ്ഞാൽ പിറകിൽ നിന്നാണ്, ലുഹൂർ മുതുകുകളാണ്. അവരുടെ മുതുകുകളുടെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവഗണിച്ചു എന്നർത്ഥം. കഅന്നഹും ലാ യഅലമൂൻ, അവരറിയാത്തതുപോലെ, ഈ പറഞ്ഞതൊന്നും അവർക്ക് ബാധകമല്ലാത്തതുപോലെ അവർ വലിച്ചെറിഞ്ഞു കളഞ്ഞു. നേരത്തെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഖുർആൻ ഒന്നുകൂടി അടിവരയിട്ടു എന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ലേ, സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പലായനം ചെയ്തു വന്ന സമയത്ത് പിന്നെ തന്റെ പിതാവായ ഹുയയും തന്റെ പിതൃ സഹോദരനും കൂടി നബിയെ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പോയതും വളരെ വൈകി തിരിച്ചു വന്നതും അവർ തമ്മിൽ നടന്ന സംഭാഷണവും നമ്മുടെ ഉമ്മ സഫിയ റളിയല്ലാഹു അൻഹ നമുക്ക് ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്.
പിന്നെയും കുറെ തെളിവുകളുണ്ട്. ഞാൻ എന്താ പറയുക, ചരിത്രപരമായ തെളിവുകൾ പറയാൻ നിൽക്കുമ്പോൾ ആയത്തുകൾ നീങ്ങുന്നില്ല എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ചുരുക്കുകയാണ്. ഇത്രേ വാക്കുള്ളൂ. എന്താണത്? വേദക്കാർക്ക് അറിയാമായിരുന്നു, ജൂതന്മാർക്ക് ഉറപ്പായിരുന്നു ഒരു പ്രവാചകൻ വരാനായിട്ടുണ്ട്. ആ പ്രവാചകൻ വരുന്ന ദിക്ക് ഈ യസ്രിബാണ്, മദീനയാണ് എന്നും അവർക്കറിയാം. ആ പ്രവാചകനെ പറ്റി പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ശരിയായിട്ടുണ്ട് എന്നും അവർക്കറിയാം. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി ശരീരത്ത് വന്നിട്ട് നബിയെ പരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം പേർഷ്യയിലെ ഇറാനിലെ ഒരു അഗ്നി ആരാധകന്മാരുടെ ദേവാലയത്തില് അമ്പലത്തില് ശുശ്രൂഷകനാണ്. അവിടുന്ന് പിന്നെ അദ്ദേഹം അതിലൊന്നും വിശ്വാസം തോന്നാതെ പിന്നെ യാത്ര ചെയ്തിട്ട് പിന്നെ അദ്ദേഹം ജൂതനായി. പിന്നീട് അദ്ദേഹം ഒടുവിൽ ക്രിസ്ത്യാനിയായി. അങ്ങനെയാണ് അദ്ദേഹം ക്രിസ്ത്യൻ പുരോഹിതന്മാർ പറയുന്ന വാക്ക് കേട്ടിട്ടാണ് ഈ പുതിയ നബി വരാറായിരിക്കുന്നു എന്നറിഞ്ഞിട്ട് മദീനയിൽ വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് നേർക്ക് നേരെ നബിയെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അടിമയായി പിടിക്കപ്പെട്ട് ഏതോ ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യേണ്ടി വന്നു തോട്ടത്തിൽ. അവിടുന്ന് എപ്പോഴോ ഒഴിവുണ്ടാക്കി അദ്ദേഹം നബിയെ കാണാൻ വേണ്ടി വന്നപ്പോ തന്റെ ഗുരുനാഥന്മാർ തനിക്ക് പറഞ്ഞു തന്ന ഈ പുതിയ പ്രവാചകന്റെ ചില ലക്ഷണങ്ങൾ ഉറപ്പാക്കുന്നത് വരെ അദ്ദേഹം നബിയുടെ അരികത്ത് പോയി കെലിമ ചൊല്ലിയില്ല. 3 സന്ദർഭങ്ങൾ, 3 തെളിവുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ 3 തെളിവുകളും അദ്ദേഹം പല സന്ദർഭങ്ങളിലായി വന്ന് നബിയുമായി സംസാരിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് എന്റെ ഗുരുനാഥന്മാർ ക്രിസ്ത്യൻ പുരോഹിതന്മാർ പറഞ്ഞു തന്ന ചില ലക്ഷണങ്ങളുണ്ട് നിങ്ങളെപ്പറ്റി. ആ ലക്ഷണങ്ങൾ ഉറപ്പാവാൻ കാത്തിരുന്നതാണ്. അത് മുഴുവൻ നിങ്ങളിലുണ്ട് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പിന്നെ ആരെങ്കിലും എഴുതി ചേർത്തവയോ പറയപ്പെട്ടവയോ അല്ല, സഹാബികളെ മുഖതാവിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമെന്നും ഈ നബി അതാണെന്നും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, വിശുദ്ധ ഈ അവരുടെ വേദഗ്രന്ഥമായ തൗറാത്തിനെ തള്ളിപ്പറഞ്ഞില്ല. അത് വേദഗ്രന്ഥമാണ്, അള്ളാഹുവിന് അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ജൂതന്മാർ ചെയ്യേണ്ടിയിരുന്നത് സ്വാഭാവികമായും നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ കൂടുതലായി മറ്റുള്ളവരെക്കാൾ ഏറെ വേഗത്തിൽ നബിയെ പിൻപറ്റുകയാണ് വേണ്ടത്. പക്ഷെ സംഭവിച്ചത് തിരിച്ചാണ്. അവർ നബിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, ബഗ്യൻ അല്ലെ, അസൂയയായിരുന്നു അവർക്ക്. ഇസ്മായിൽ കുടുംബത്തിൽ എങ്ങനെ ഒരു നബി വന്നു, ഇസ്ഹാഖിന്റെ കുടുംബത്തിലല്ലാതെ? ഇതായിരുന്നു അവരുടെ പ്രശ്നം. അതുകൊണ്ട് അവർ വിശ്വാസികളായില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത്. വലമ്മ ജാഹും, അവർക്ക് വന്നപ്പോ, റസൂലും മിൻ ഇന്ദില്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൂതം വന്നപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസദ്ദിഖുൽ ലിമാ മാഹും, അവരോടൊപ്പമുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് നബി വന്നത്, അംഗീകരിച്ചുകൊണ്ട്. നബദ, ഉപേക്ഷിച്ചു, വലിച്ചെറിഞ്ഞു. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും വലിച്ചെറിയണം. ഒരു സാധനം എടുത്തിട്ട് ദൂരെ കളയാം. ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ, വേദം നൽകപ്പെട്ടവരിലെ ഒരു വിഭാഗം ആളുകൾ. അങ്ങനെ പറയാൻ കാരണം അവരിൽ നിന്ന് ഏതാനും പേർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അവർ തൗറാത്തിനെ അംഗീകരിച്ചു, മറ്റുള്ളവർ തൗറാത്തിനെ വലിച്ചെറിഞ്ഞു. എന്തിനെ വലിച്ചെറിഞ്ഞു? കിതാബല്ല, അള്ളാഹുവിന്റെ പക്കലുള്ള അവരുടെ പക്കലുള്ള അള്ളാഹുവിന്റെ കിതാബിനെ, അതായത് തൗറാത്തിനെ. വറാ ളുഹൂരിയും, അവരുടെ പിന്നിലേക്ക്. കഅന്നഹും ലാ യഅലമൂൻ, അറിവില്ലാത്തവരെ പോലെ, ഇതൊന്നും അറിയാത്തവരെ പോലെ അവർ പെരുമാറിയിരുന്നു. അപ്പൊ ഖുർആൻ ആ സംഗതി തുറന്ന് പറയാണ്, നിങ്ങൾക്കറിയാം ഇദ്ദേഹം പ്രവാചകനാണെന്നും, നിങ്ങളെ വേദത്തിൽ ഇതുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പ്രവാചകനെ നിഷേധിക്കുകയാണ് എന്ന കാര്യം ഖുർആൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. കൂടുതലൊന്നും പറയാൻ എനിക്കതിന്. അപ്പൊ എന്താ അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള പാഠം എന്താണെന്ന് പറഞ്ഞാല്, വേദമാണെങ്കിൽ പോലും അവരുടെ താല്പര്യങ്ങൾക്കെതിരാണെങ്കിൽ അതിനെ തള്ളിക്കളയുന്ന ഒരു പ്രകൃതമാണ് അവരിൽ ഉണ്ടായിരുന്നത്. വേദവാക്യമാണ്, ഇത്രയും കാലം ഞങ്ങൾ ഏറ്റുപറഞ്ഞിരുന്നതാണ്. ഈ അൻസാരികളായി ഇപ്പോൾ മാറിയ ആളുകൾക്ക് ഇത് കേട്ട് തഴമ്പിച്ചതാണ് ഞങ്ങളുടെ വാക്കുകൾ. അതൊന്നും അവർക്ക് തടസ്സമായില്ല. അവരെ ഇംഗിതത്തിന് എതിരായപ്പോ അവർ അള്ളാഹുവിന്റെ വചനങ്ങളെ വരെ തള്ളിക്കളഞ്ഞു. അപ്പൊ ഇതെന്തിനാണ് ഖുർആൻ ഇത് പറഞ്ഞു തരുന്നത് മുസ്ലിങ്ങൾക്കെന്ന് ചോദിച്ചാൽ 2 കാര്യമുണ്ട്. ഒന്ന്, യഹൂദികളുമായുള്ള ഇടപെടലും കരാറുകളുമൊക്കെ മുസ്ലിങ്ങൾക്ക് ധാരാളം വേണ്ടി വരും ചരിത്രത്തിൽ. അതൊരുപാട് ഭാഗത്തുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലുമായുള്ള ബന്ധങ്ങളും പിന്നെ പല പ്രദേശങ്ങളിലുമുള്ള ജൂതന്മാർ അവിടുത്തെ നാട്ടുകാരുമായി മുസ്ലിങ്ങളുമായിട്ടൊക്കെ നടത്തുന്ന കരാറുകൾ. ആ കരാറുകൾ അവർ ലംഘിച്ചുകൊണ്ടേയിരിക്കും. അതാണ് തൊട്ടമേലെ ആയത്ത് 100-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. എന്തൊക്കെ കരാറുകൾ ഉണ്ടോ അത് അവർക്ക് ബാധകമല്ല.
പിന്നെ വളരെ വ്യക്തമായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും അവരെ ഇഷ്ടത്തിനെതിരായി വന്നാൽ അവർക്ക് വേദവും പ്രാധാന്യമല്ല, ഒന്നുമല്ല, അത് തള്ളിക്കളയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഇതാണ് അതിലെ ഒരു പാഠം. അവരോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം. അതിനാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞത്, 948 ഇസ്രായേൽ എന്ന ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതില് അമേരിക്കക്ക് പങ്കുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പങ്കുണ്ട്, റഷ്യക്ക് പങ്കുണ്ട്, ഇവരൊക്കെ പങ്കുണ്ട്. എല്ലാവരും കൂടിയാണ് അതിന് പിന്നെ അത് ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ഉഗാണ്ടയുടെ ഭാഗത്ത് ആക്കി മാറ്റാമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഇംഗ്ലീഷുകാരുടെ കൂടെ ഒഴിഞ്ഞു കിട്ടിയിരുന്നു. പക്ഷെ അവർ വാശി പിടിച്ച് ഇവിടെ തന്നെ വരികയും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആ ഒത്താശ നൽകപ്പെടാനുള്ള ഒരു സാഹചര്യം എന്താന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അന്ന് ക്ഷീണിതരായി. മുസ്ലിങ്ങൾ അന്ന് ക്ഷീണിതരാണ്. ഉസ്മാനിയ ഖിലാഫത്തിന്റെ സമയത്ത് സുൽത്താൻ അബ്ദുൽ ഹമീദിനോട് അന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചോദിക്കുന്നുണ്ട്, വലിയ കടബാധ്യത ഉണ്ടായിരുന്നു. ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇസ്ലാമിക ഖിലാഫത്ത്. അതില് അതിസമർത്ഥരായ കുറെ ഭരണാധികാരികൾ അതിലുണ്ടായിരുന്നു. പക്ഷെ അവരെ പറ്റി പറയുന്ന ഒരു പോരായ്മ എന്താന്ന് പറഞ്ഞാല് കുറെ പ്ലസ് പോയിന്റുകൾ ആ ഭരണകൂടത്തെ പറ്റിയുണ്ട്. പക്ഷെ അവരുടെ കാലത്ത് ഈ ജാറങ്ങളും മക്കാമുകളും അങ്ങനത്തതൊക്കെ പിന്നെ കുറച്ച് വ്യാപകമായിട്ടുണ്ട്. ചെറിയ തെറ്റൊന്നുമല്ല അത് അവർ ചെയ്തു എന്നല്ല, അവർ അത് നിയന്ത്രിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്ത് പൂർണ്ണമായും ചീത്തയാണ്, മോശമാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. അപ്പൊ സുൽത്താൻ അബ്ദുൽ ഹമീദ്, അതായത് ഉസ്മാനിയ ഖിലാഫത്തിലെ ഒരു ഖലീഫയാണ്. അപ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാര്, പിന്നെ നിങ്ങളുടെ കടം മുഴുവൻ, അമേരിക്കയും ബ്രിട്ടനും കൂടിയിട്ടുള്ള ചോദ്യമുണ്ട്, നിങ്ങളുടെ ഈ രാഷ്ട്രത്തിന്റെ സർവ്വ കടങ്ങളും ഞങ്ങൾ എഴുതി തള്ളാം, എന്തേ വേണ്ടു, ഈ ജൂതന്മാർക്ക് ഒരു ഇത്തിരി മണ്ണ് നിങ്ങൾ വിട്ടുകൊടുത്താൽ മതി. അതിന് സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ മറുപടി ഉണ്ട് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, ഈ മണ്ണും ഈ സ്ഥലവും എന്റേതല്ല, ഇത് അവർക്ക് വിട്ടുകൊടുക്കാനുള്ള അവകാശം എനിക്കില്ല. ഇത് റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഞങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ്. 1 ഇഞ്ച് ഭൂമി പോലും ഇതിൽ നിന്ന് ജൂതന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഇത്ര ധീരമായിട്ടാണ് ആ വാക്ക്. അന്ന് അത്ര വലിയ കൊടും കടത്തിലാണ് ആ രാഷ്ട്രം നിൽക്കുന്നത്. പിന്നെ സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ആ ഭരണകൂടത്തെ, ആ ഉസ്മാനിയ ഖിലാഫത്തിനെ തകർക്കുക എന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പിറകിൽ, 2ാം ലോക മഹായുദ്ധത്തിന്റെ പിറകിലെ ചില ഹിഡൻ അജണ്ടകളാണ്. ലോകത്ത് നിലനിൽക്കുന്ന മുസ്ലിം ശക്തിയെ ഇല്ലാതാക്കുക. കാരണം ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് പറഞ്ഞാല് ഈ സൈനികമായി മുസ്ലിങ്ങൾ അത്ര വലിയ സാങ്കേതിക വിദ്യകളോ ആധുനിക വിദ്യകളോ സ്വീകരിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. അപ്പോ ഈ ഉസ്മാനിയ ഖിലാഫത്തിലെ ഭരണാധികാരികൾ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും ആധുനികമായ സൈനിക സ്ഥാപനങ്ങളും സൈനിക പരിശീലനങ്ങളും സൈനിക സന്നാഹങ്ങളും ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ ലോകത്തിലെ ഒരു വലിയ സൈനിക ശക്തിയാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവരെ പറ്റി നാം ബഹുമാനത്തോടെ ആദരവോടെ ഓർമ്മിക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇസ്ലാമിന്റെ പ്രബോധനമാണ്. അത് ഫ്രാൻസിലായാലും ഇറ്റലിയിലായാലും സിസിലിയിലായാലും അങ്ങ് ഓസ്ട്രിയയിലായാലും അങ്ങനെ തുടങ്ങിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലങ്ങളിൽ ഇസ്ലാം ഇങ്ങനെ പതുക്കെ പതുക്കെ പിന്നെ മുന്നേറുകയായിരുന്നു. ആ മുന്നേറ്റം മുഴുവൻ നശിപ്പിക്കപ്പെട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ 2ാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ്. അപ്പൊ 2ാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ഹിഡൻ അജണ്ടയായിരുന്നു ഈ മുന്നേറ്റം തടയുക എന്നുള്ളത്. ഞാനൊരു ക്ലാസ്സിൽ പറയാൻ കാരണം, ഈ ഉസ്മാനിയ ഖിലാഫത്തിനെയും ഖലീഫമാരെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ചില വാക്കുകളൊക്കെ പലരും ഇങ്ങനെ ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ പരാമർശിക്കുന്നത് കണ്ടു. സംഗതി ശരിയാണ്. ഈ അന്ധവിശ്വാസങ്ങൾക്ക് നേരെയുള്ള ഈ ജാറം തുടങ്ങിയുള്ള ഖുറാഫാത്തുകൾക്കെതിരെയുള്ള അവർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ശക്തമായ പിടുത്തത്തിന് കഴിഞ്ഞിട്ടില്ല അവർക്ക് ചില സന്ദർഭങ്ങൾ. അത് മാത്രം ചൂണ്ടിക്കാട്ടി ഇവരെ മുഴുവൻ കുറ്റക്കാരായി ചിത്രീകരിക്കേണ്ടതില്ല എന്നർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് അങ്ങനെ 948 സുൽത്താൻ അബ്ദുൽ ഹമീദിനോട് ചോദിച്ച് തരില്ലെന്ന് പറഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് അവർക്ക് അതിന് സാധിച്ചു. അങ്ങനെ അത് സാധിച്ചതിന് ശേഷമുള്ള ഈ കാലയളവിലൊക്കെ അന്ന് UNO അല്ല, പിന്നീട് UNO ആയി. ആ UNOയും മറ്റുമൊക്കെ ഒരുപാട് പ്രമേയങ്ങൾ പാസ്സാക്കുകയും ഒരുപാട് കരാറുകൾ സിറിയയും ഈജിപ്തും ഒക്കെ ഇവരുമായി കരാർ ഒപ്പിടുകയും ഒക്കെ ചെയ്തു. അവർ കരാർ ഒപ്പിടും, അവർക്ക് ആവശ്യമുണ്ട്. പിന്നെ കരാർ ഒപ്പിടും, അവർക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ലേശം സമാധാനം കിട്ടിയിട്ടൊന്ന് ഒരു യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് പിന്നെ അവര് ആ കരാറുകളൊക്കെ ലംഘിക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ അവസ്ഥ. ഇതായിരുന്നു അവരുടെ അവസ്ഥ.
എന്ന് ചരിത്രം പറഞ്ഞു തരുന്നു. ഖുർആൻ ഈ മുന്നറിയിപ്പ് മുസ്ലിം സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോ പിന്നെ ഫൈസൽ രാജാവിനെ പോലെയുള്ള ആളുകളൊക്കെ, സൗദി അറേബ്യയുടെ ഫൈസൽ രാജാവിനെ പോലെയുള്ള ആളുകളൊക്കെ ആ കാര്യത്തിലൊക്കെ വളരെ സൂക്ഷ്മതയോട് കൂടിയ ഓരോ പിന്നെ കാൽവെപ്പ് നടത്തിയത്. അന്ന് സൗദിക്കൊന്നും ഇത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല എങ്കിൽ പോലും. അപ്പോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഖുർആൻ ഏതൊരു വിഭാഗത്തെ കുറിച്ച് അവർ വഞ്ചകനാണ്, വാക്കിന് വിലയില്ലാത്തവരാണ് എന്ന് പറഞ്ഞു തന്നുവോ, ആ ആളുകളെ പറ്റി ആ സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു അപകടകരമായ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സൈന്യത്തിനെയും ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വകുപ്പുകളെയും ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ മൊസാദാണ്. മൊസാദ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചാരസംഘടനയും ഇസ്രായേലുകളുമാണ് ഇന്ത്യയിലെ വലിയ ഒത്താശക്കാർ. അത് BJP ഗവൺമെന്റിന്റെ കാലം മുതൽക്ക് തുടങ്ങിയതല്ല. ആ ഒത്താശ തുടങ്ങി വെച്ചവരിൽ ഇങ്ങനെ കുറച്ചു മുമ്പുള്ള കോൺഗ്രസ് ഭരണത്തിനും പങ്കാളിത്തമുണ്ട്. ചില മലയാളികളായ നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട്. ഞാനിത് പറയണം, കാരണം ഇതെന്റെ ബാധ്യതയാണ്. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഈ പറയേണ്ടത്. ഇവരെ വിളിച്ചു കൊണ്ടുവരുത്തിയതും ഇവർക്ക് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തതും ഒക്കെ ഇവർ കൂടിയാണ്. അത് അവർക്ക് അതിൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ അതൊക്കെ. അപ്പോ അവരാൽ നയിക്കപ്പെടുന്ന ഒരു നാട്ടിൽ ഫാസിസ്റ്റ് മനോഭാവം വെച്ചു പുലർത്തുന്ന ഒരു കൂട്ടരും കൂടിയാവുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ഇപ്പൊ കാണുന്ന അവസ്ഥയിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് അവരാണ് നയിക്കുന്നതിനോട്. ഇത് നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തൂത്തുവാരാനും തകർക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഇസ്ലാമിനോളം പഴക്കമുണ്ട്. പക്ഷെ അത് യുരീദൂനൽ യുത്ഫു നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ടും മറ്റുമൊക്കെ ഈ പ്രകാശത്തെ കെടുത്തിക്കളയാൻ അവർ ഉദ്ദേശിക്കുന്നു. പക്ഷെ അള്ളാഹു മുത്തിമുനൂരിഹി, അള്ളാഹു ഈ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആന്റെ വാക്കാണ്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നിന്നാൽ നമുക്ക് ആ ഭാഗ്യമുണ്ട്, നമ്മളിലൂടെ അത് പൂർത്തീകരിക്കപ്പെടും. നമ്മളതിന് കൊള്ളില്ല എന്ന് അള്ളാഹു മനസ്സിലാക്കിയാൽ നമ്മളെ മാറ്റി അതിന് കൊള്ളുന്നവരെ അള്ളാഹു കൊണ്ടുവരും. അങ്ങനെ ആ സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിതൊക്കെ ഏറ്റെടുക്കാനും പറയാനുമുള്ള തന്റെ ഇടവും ധൈര്യവുമുണ്ട്. ഈ കൂറ് കാണിക്കാൻ, ഈ വിധേയത്വം കാണിക്കാൻ, ഇത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ എങ്കിൽ നിങ്ങൾ അവിടെ നിലനിർത്തും. നേരെ മറിച്ച് നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ അതോടുകൂടി ഇസ്ലാമിന്റെയും അള്ളാഹുവിന്റെയും സന്ദേശത്തിന്റെയും സമാപനമാവില്ല. ഇത് ഏറ്റെടുക്കാനുള്ള വേറെ ആളുകളെ ഞാൻ കൊണ്ടുവരും. ആ സൂറത്ത് മുഹമ്മദിൽ അവസാനിപ്പിക്കുന്നത് അവരേതായാലും നിങ്ങളെപ്പോലെ ആവൂല എന്ന് പറഞ്ഞിട്ടാണ്. അത് നമ്മളെ മനസ്സിലുണ്ടാവും. അതാണ് ആയത്തിൽ നിന്ന് കിട്ടുന്ന ഭാഗം. എന്താണ് ഇസ്ലാമിന്റെ മുന്നേറ്റത്തെ തടയിടുന്ന പ്രവണത അന്നും ഇന്നും ഇല്ല എന്നൊരു കുറിപ്പ്. സംഭവം ശരിയാണ്, എന്നും ഇക്കാലത്തും ഉണ്ടാവും. കാരണം എന്താന്ന് പറഞ്ഞാല് ഈ മനുഷ്യർ അടിമയാക്കുന്നതിൽ മാറ്റിയിട്ട് അള്ളാഹുവിന്റെ അടിമകളാക്കി മാറ്റുക, പിന്നെ മതങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ ചൂഷണങ്ങളിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചെടുക്കുക, അതുപോലെ ജീവിതം ദുസ്സഹമായി ഇടുങ്ങിക്കഴിയുന്ന കുറെ ജനകൂടികളുണ്ട്, അവർക്ക് സുഖകരമായ ജീവിത ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ക്ലാസ് കേൾക്കുന്ന ചിലരുടെയെങ്കിലും മനസ്സിൽ ആ സഹാബി ഓർമ്മ ഉണ്ടാവും. ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി ഒരു പ്രബോധന മുന്നേറ്റവുമായി അദ്ദേഹം പേർഷ്യയിലെ ഭാഗത്തേക്ക് പോയപ്പോൾ അവരുടെ സൈന്യാധിപനായ റുസ്തം അറബികളുടെ പഴയകാല ജീവിതത്തെ ചൂണ്ടിക്കാട്ടി, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നുവിടൂ, ഞങ്ങളോടൊക്കെ ഇത് വന്ന് പറയാൻ അനുവദിച്ച് പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചു. റുസ്തം പേർഷ്യൻ സൈന്യാധിപനാണ്. ആ നേരം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുല്ലദീ ബഅസനാ ഹുവല്ലദീ അർസലനാ, ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് പടച്ച തമ്പുരാൻ. ലിനുഖ്രിജന്നാസ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തില്ലാഹി വഹദ, പടപ്പുകളെ ആരാധിക്കുന്നതിൽ നിന്ന് പടച്ചവനെ ആരാധിക്കുന്നതിലേക്ക് മാറ്റിയെടുക്കാൻ. വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദ്ലിൽ ഇസ്ലാം, മതങ്ങൾ ഇവിടെ ചൂഷണം ചെയ്യുന്നുണ്ട് ആളുകളെ, അതിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ. വമിൻ ദീഖി ദുനിയ ഇലാ സഅതിഹാ, ജീവിതം ഞെരുക്കമായി പിന്തള്ളപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ, അവർക്ക് ജീവിത സുഖം നൽകാൻ അള്ളാഹു പറഞ്ഞയച്ചതാണ് ഞങ്ങളെ. ഞാനിത് ക്ലാസ്സിൽ പറയുന്നത് നമ്മുടെ മനസ്സിൽ എഴുതി വെക്കേണ്ട വാക്കുകളാണ്. പടപ്പുകളെ ആരാധിക്കുന്നത് പടച്ചവനിൽ തന്നെ ആരാധിക്കുന്നവരാക്കി മാറ്റുക നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമാണ്. ഇവിടെ ഈ മതങ്ങൾ മുഴുവൻ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിലും ചില നിർബാധമായി ചൂഷണം ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കുക എന്നുള്ളതല്ല, അതിനെതിരെ പ്രതികരിക്കാനാണ് പടച്ചവൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജീവിതം പല കാരണങ്ങളാലും വഴിമുട്ടിപ്പോയി ഇടങ്ങാറായി നിൽക്കുന്ന
ഒരുപാട് മനുഷ്യരുണ്ട്, കാലാകാലമായി അധികൃതരായോ പിന്നോക്കക്കാരായോ ഒക്കെ കഴിഞ്ഞുകൂടുന്നവർ. അവരവിടെ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നത് നമ്മുടെ ദൗത്യമായി ഖുർആൻ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ നിന്നുള്ള ആശയപ്രകാരം നബി പഠിപ്പിച്ചു കൊടുത്തു. സഹാബികൾ ആ ബോധത്തോടു കൂടിയാണ് ലോകത്തേക്ക് അവർ പോയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര പെട്ടെന്ന് ഇസ്ലാം എല്ലായിടത്തും പ്രചരിച്ചത്. ഇന്ത്യയിലും അത് തന്നെയാണ് അവസ്ഥ. ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ ഞാൻ അവിടെ. അതെന്താ വെച്ചാല്, ഇസ്ലാമിന് മുമ്പ് ഇവിടെ ക്രിസ്തുമതം കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ക്രിസ്തുമതത്തിന് ഇന്ത്യ ഒന്നായി വേര് പിടിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇവിടെ ഈ കേരളത്തിന്റെ കുറച്ച് ഭാഗത്ത്, പിന്നെ ഗോവയിൽ ആ ഭാഗത്ത് എങ്ങാണ്ട്, ഗോവയിലൊക്കെ അന്നുണ്ടോന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പിന്നെ അങ്ങ് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഉണ്ടായുള്ളൂ. പക്ഷെ അവിടുന്നും ഒരു 6 നൂറ്റാണ്ട് 7 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണല്ലോ ഇസ്ലാം കടന്നു വരുന്നത്. പക്ഷെ ഇസ്ലാം ഇന്ത്യ ഒന്നായി പ്രചരിച്ചു. അന്നത്തെ ഇന്ത്യ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനുണ്ട്, ഇന്നത്തെ പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, അങ്ങ് അഫ്ഗാന്റെ ഭാഗം വരെ വരുന്ന ആ ഭാഗങ്ങളൊക്കെ ഉണ്ട്, കാന്തഹാറൊക്കെ കിടക്കുന്ന ഭാഗം. ആ ഭാഗങ്ങളിലൊക്കെ ഇസ്ലാം വളരെ പെട്ടെന്ന് പ്രചരിച്ചു. ഒരാശയം ഇത്ര പെട്ടെന്ന് ആളുകൾ സ്വീകരിക്കുന്നുവെങ്കിൽ ആ ആശയം അത്രക്ക് ആളുകൾക്ക് ഇമ്പമായി തോന്നി എന്നതാണ് എന്റെ കാരണം. അപ്പൊ ആ നിലക്ക് ആ ഒരു പിന്തുണ തന്നെയാണ് ഇസ്ലാമിന് കിട്ടിയതും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഞാൻ നിങ്ങളൊക്കെ അത് മറക്കാതെക്കുക, നമ്മളതിന്റെ ആൾക്കാരാണ്. അപ്പൊ അവർ അള്ളാഹുവിന്റെ കിതാബിനെ അവർ ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ ഇത്തരം ഉപേക്ഷിക്കുന്ന ഒരു ജനതയെ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. ഒന്നേ ഞാൻ പറഞ്ഞുള്ളൂ. രണ്ടാമത് എന്നുള്ള പാഠം എന്താന്ന് പറഞ്ഞാൽ, നാം അത് ചെയ്യുന്നവരാവാതിരിക്കുക. ഏത് നബിയൊന്നും വരാനില്ല, പക്ഷെ ഒരുപാട് വിഷയങ്ങളിൽ എന്റെയും നിങ്ങളുടെയും താല്പര്യങ്ങൾക്ക് എതിരായി ഖുർആൻ ആയത്തുകളെ കാണും. അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ, നമ്മൾ അറിയാതെ രൂപീകരിച്ച ചില ചിന്തകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് എതിരാണ് എന്ന് മനസ്സിലാവുമ്പോൾ ആയത്തുകൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ താല്പര്യങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മൾ സന്നദ്ധരാവും. പറഞ്ഞ് ന്യായീകരിച്ചും പറഞ്ഞങ്ങനെ നിൽക്കാൻ മെനക്കടലല്ല. കച്ചവട കാര്യമായാലും വിവാഹ കാര്യമായാലും എന്ത് കാര്യമായിരുന്നാലും ശരി, നമുക്ക് രക്ഷപ്പെടേണ്ടേ ദുനിയാവിലും ആഖിറത്തിലും ഖുർആനിന്റെ വാക്കുകൾക്കാണ് വില, അള്ളാന്റെ വാക്കിനാ വില, ഈ വാക്കുകൾക്കാ വില. അതുകൊണ്ട് ഈ കിതാബിൽ പറഞ്ഞ വിഷയത്തിന് എതിരായതൊന്നും, മനുഷ്യരാണ്, അബദ്ധങ്ങൾ പറ്റാം, പക്ഷെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആ ഖുർആനിൽ അങ്ങനൊക്കെ പറയും, അതൊന്നും നോക്കിയാൽ നടക്കൂല എന്ന മട്ടിൽ അവഗണിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പടച്ചോൻ കാക്കട്ടെ. 19 അടുത്തായത്, വത്തബഅ തദ്രി ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്റത്തുൻ ഫലാ തക്ഫുർ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി വമാ ഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇذനില്ലാഹ് ഫയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വലബിസ മാ ശറൂ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. അപ്പൊ നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ കിതാബായ തൗറാത്തിനെ വിറകോട്ട് വലിച്ചെറിഞ്ഞിട്ട് വത്തബഉ, അവർ പിൻപറ്റി. കിതാബിനെ അവർ ഉപേക്ഷിച്ചു. പിന്നെ എന്തിന്റെ പിന്നാലെ പോയത്? മാ തെത്തുലു, ഓതി വരുന്നവ, പറഞ്ഞു വരുന്നവ. തലായത്തിലോ ആര്? അശയാത്തീനു, പിശാചുക്കൾ പറഞ്ഞു നടക്കുന്നവ അവർ പിൻപറ്റി. പിശാചുക്കൾ എന്ന് പറയുമ്പോൾ, പറഞ്ഞു നടക്കുന്നവ എന്ന് പറയുമ്പോൾ മനുഷ്യൻ കേൾക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളും പെടും, ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളും പെടും. ശൈത്താന്മാർ പറഞ്ഞു വരുത്തിയ ചില വാക്കുകളുടെ പിന്നാലെ അവർ പോയി. ആരെപ്പറ്റി? അലാ മുൽക്കി സുലൈമാന, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആധിപത്യത്തെ പറ്റി. എന്താന്നുള്ളത് താഴോട്ട് നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ ആയത്തിന്റെ അത്രയും ഭാഗം പഠിക്കുക. അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ തൗറാത്തിനെ വലിച്ചെറിഞ്ഞിട്ട് ഈ പിശാചുക്കൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയെ പറ്റി പറഞ്ഞു പരത്തിയ ആ അനാവശ്യങ്ങൾ, ആ വേണ്ടാതീരങ്ങൾ, അതവര് പിൻപറ്റാനും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പുത്രനാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് മറ്റു പ്രവാചകന്മാർക്ക് നൽകപ്പെടാത്ത ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യത്തില് മനുഷ്യരുണ്ടായിരുന്നു, ജിന്നുകൾ ഉണ്ടായിരുന്നു, മറ്റു ജീവികൾ ഉണ്ടായിരുന്നു. പറവകളുടെ സംസാരമൊക്കെ അദ്ദേഹത്തിന്, പക്ഷികളുടെ സംസാരമൊക്കെ അദ്ദേഹത്തിന് തിരിച്ചറിയുമായിരുന്നു. അതിലൊരു ഹുദ്ഹുദ്, മരംകൊത്തി പക്ഷിയെ പറ്റി ഒരു പരാമർശമുണ്ട് ഖുർആൻ. സബ് എന്ന് പറയുന്ന യമനിലെ ഒരു
ഒരു പ്രവിശ്യയില് പ്രദേശത്തെ ജനങ്ങൾ സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങള് ഇസ്ലാമിലേക്ക് വരാൻ കാരണക്കാരായത് ആ പക്ഷി വിഷയം പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് സംസാരിച്ചതിന്റെ പേരിലാണെന്ന് ഖുർആൻ പറയുന്നത്. കുറെ കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ. ഈ ജീവികൾ നമ്മൾ കാണുന്നത് പോലെ നമ്മളെ അറിയാതിരിക്കുകയൊന്നുമല്ലെന്നൊരു ചിന്തയാണ് അതിനുള്ളത്. അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ. മറ്റെങ്ങനെ ഹുദൂദ് പക്ഷിക്ക് ഇത് മനസ്സിലായത്? ഇനി ഒരു പക്ഷി ഒരു പ്രദേശത്തെ ജനങ്ങളെ ഈമാനിലേക്കും തൗഹീദിലേക്കും കൊണ്ടുവരാൻ കാരണമായി എന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോൾ ആ പക്ഷിയേക്കാൾ ഒരുപാട് അള്ളാന്റെ അനുഗ്രഹങ്ങളും മഹത്വങ്ങളും ആദരവും ലഭിച്ച മനുഷ്യരായ നമ്മൾ ആര് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാ കാരണക്കാരായത്? നമ്മളെ പറ്റി ആലോചിക്കണ്ടേ? ഈ അനുഗ്രഹങ്ങളും ഈ സുഖസൗകര്യങ്ങളും ഒക്കെ അള്ളാഹു നൽകിയിട്ട് അള്ളാന്റെ ദീനിനെ ദഅവത്ത് നടത്താൻ വേണ്ടി നമ്മൾ വാഹനം കയറി വിമാന ടിക്കറ്റ് എടുത്ത് എടുക്കും പോണ്ടയില്ല. നമ്മളെ ഇടത്തും വലത്തും ഒക്കെ ഉണ്ട് ഇതിന് പറ്റുന്ന ആൾക്കാർ. നമ്മളെ പരിചയത്തിലും നമ്മളെ കൂട്ടുകുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ പഴയ കുടുംബം എടുത്താൽ ഇപ്പോഴത്തെ അല്ല, മുസ്ലിങ്ങളെ അല്ല എന്ന് ഉദ്ദേശിച്ചത് ഇതര മതസ്ഥരായ ആളുകൾ, കൂട്ടാളികൾ. കുടുംബം എന്നുള്ള വാക്ക് വിട്ടേക്ക്, കൂട്ടാളികളിലും പരിചയക്കാരിലും ഒക്കെ. അവരോടൊക്കെ ഇത് പറയുന്നതിന് നാം വല്ലാത്ത അലംഭാവം കാണിച്ചു. അന്ന് വീഴ്ചയാണിത്. ഇപ്പൊ എന്തായെന്ന് ചോദിച്ചാൽ ഇത് പറയാൻ പറ്റുമോ, എന്ത് ഭവിഷ്യത്തുണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ഒരു പരുവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും. ഇത് എപ്പോഴും ഏത് കാലത്തായിരുന്നാലും ശരി ഇത് പറയുമ്പോൾ ചില ഭവിഷ്യത്തുകളൊക്കെ ഉണ്ടാവും. ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവിവേകമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ക്ലാസ് എടുത്തില്ല. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം പറഞ്ഞതാണ് ഞാൻ. ഇനി നാം സുലൈമാൻ നബിയിലേക്ക് തിരിച്ചു പോവാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പിന്നെ ശക്തി ഉണ്ടല്ലോ, സൈനിക ശക്തിയും ഭരണ മികവുമൊക്കെ, അതിന്റെ കാരണമായി ജൂതന്മാർ പറഞ്ഞു വരുത്തിയിരുന്നത് അദ്ദേഹം ആഭിചാരത്തിന്റെ ആളായിരുന്നു, സിഹിറിന്റെ ആളായിരുന്നു, മാരണം പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു എന്നാണ്. സിഹിർ എന്ന വാക്ക് കേൾക്കാത്തവരാരും നമ്മളെ ക്ലാസ് കേൾക്കുന്നവരിൽ ഉണ്ടാവില്ല അല്ലെ? സർവ്വ നശിപ്പിക്കുന്ന പാപങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാപമായിട്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിഹിർ എന്നതിനെ എണ്ണീട്ടുണ്ട്. അപ്പൊ അതെന്താ അതിന്റെ ഒരു മലയാള നിർവചനം, അർത്ഥം എന്താ പറയാന്ന് ചോദിച്ചാല് തെറ്റായ, യഥാർത്ഥത്തിന് വിരുദ്ധമായവ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ അതിന്റെ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നായി തോന്നിപ്പിക്കാൻ ശ്രമിക്കാം. അതിനാണ് ഇപ്പൊ സിഹിർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല്, ഈ ഉമ്മാമ കഥകളിൽ നമ്മൾ ഒരുപാട് യക്ഷിയെയും പ്രേതത്തെയും പൊട്ടിച്ചൂട്ടിനെയും ജിന്നിനെയും ഒക്കെ കേട്ട കൂട്ടത്തിൽ സിഹിറിനെ പറ്റിയും ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തോ ഒരു വലിയ കാര്യം പോലെയാ നമ്മുടെ തലയിലൊക്കെ നിൽക്കുന്നത്. സിഹിർ ചെയ്യുന്നവർക്ക് അതിന് കഴിയും, ഇതിന് കഴിയും, ദൂരെ ഇരുന്ന് അങ്ങ് കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന മനുഷ്യനെ കൊല്ലാൻ കഴിയും, അങ്ങനൊക്കെ പറഞ്ഞിട്ട് വെറുതെയാണ്. അങ്ങനത്തെ ഒന്നും ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. സിഹിറിന് അതിൻ്റെതായ ഒരു ലിമിറ്റുകളുണ്ട്. ആ ലിമിറ്റുകളിൽ നിന്നുകൊണ്ട് അതിൻ്റെതായ ഫലം ഉണ്ടാവും. ഏതുപോലെ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഉലുവാനും കുന്തിരിക്കം എന്ന് പറയുന്ന വൈദ്യന്മാരെ പീടിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനം ഉണ്ട്. സുഗന്ധദ്രവ്യം എന്നാണ് അതിന്റെ പേര്. അത് കത്തിച്ചാൽ അവിടെ കൃമികളും കീടങ്ങളും അതുപോലത്തെ ഈ വസ്തുക്കളൊക്കെ, പാറ്റ, കൂറ, ഇതൊക്കെ പോയിപ്പോവും. പിന്നെ ആ അന്തരീക്ഷത്തിൽ നിന്ന് ആ വായുവില്ല. നമ്മൾ സാധാരണ ഇത് കത്തിക്കലപ്പെടാന്ന് പറയുന്നത് നമ്മളെ നാട്ടിലൊക്കെ മരിച്ച വീട്ടിൽ മയ്യത്തിന്റെ ചുറ്റും അത് കത്തിക്കുക. മരിച്ച വീട്ടിൽ ഇപ്പം രാത്രിയൊക്കെ മരിച്ച് പിറ്റേന്ന് നമ്മൾ മയ്യത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ മരിച്ച ദിവസത്തിന് അടുത്ത ദിവസമൊക്കെ നമ്മൾ കത്തിക്കും. എന്തിനാണെന്നറിയോ? ഈ മുറികളിലൊക്കെ ഒരു മയ്യത്തൊക്കെ കിടന്ന സ്ഥലമല്ലേ, അവിടെ ഈ സൂക്ഷ്മജീവികളോ രോഗാണുക്കളോ ഒക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട്. അത് ദീനല്ല. ദീനിൽ അങ്ങനെ ഒരുപാടും കുന്തിരിക്കും കത്തിക്കാനൊന്നും പറഞ്ഞില്ല. അത് ഇവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മനുഷ്യൻ കണ്ടെത്തിയ ഒരു ഭൗതികമായ വിജ്ഞാനം മാത്രമാണ് ഇത്. അപ്പൊ ഞാനൊക്കെ പൊലുവാനും കുന്തിരിക്കൊക്കെ മണത്തത് എപ്പോഴാന്ന് ചോദിച്ചാൽ എന്റെ ഉമ്മാന്റെ ഒപ്പം മരിച്ച സമയത്തായിരിക്കും. പിന്നെ ഇവിടങ്ങളിൽ അങ്ങനെ കാണാറില്ല. ഇപ്പൊ അങ്ങനെ അത് പ്രചാരത്തിലോട്ട് ഇല്ലതാ. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ചെന്നാലേ കാണാൻ പറ്റും. വിഷയം അതല്ല. ഖത്തറിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഖത്തരികളായ ആളുകൾ ഈ സാധനം ഓഫീസിൽ കൊണ്ടുവന്ന് കത്തിക്കും, പൊലുവാനും കുന്തിരിക്കും. ആ നേരം തലയിൽ ഓർമ്മ വരെ മയ്യത്താണ്. പഠിച്ചോ, ഇതാരാ ഇതിപ്പോ കാണിച്ചിരിക്കുന്നത്? ഇതാരാ ഇങ്ങനത്തെ ഒരു ഓർമ്മ? മയ്യത്ത ഓർമ്മ വരും. അവിടെ മയ്യത്തൊന്നുമില്ല.
പക്ഷെ നമ്മുടെ തലയിൽ ഈ ഉലുവാനും കുന്തിരിക്കും ബന്ധിച്ചു നിൽക്കുന്നത് ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടായതുകൊണ്ട് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന തോന്നൽ ആരെയും മയ്യത്തായി കാണുന്നൊന്നുമില്ല, പക്ഷെ മയ്യത്തായി നമ്മുടെ തോന്നൽ ഉണ്ടാകുന്നതാണ്. കുറച്ച് പ്രായമുള്ളവർക്കറിയാം, ഈ പെരുന്നാളിന്റെ സമയത്ത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു അത്തർ പൂശാറുണ്ട്. അത് പെരുന്നാളിന്റെ സമയത്ത് അങ്ങനെയാണല്ലോ, സാധാരണ ആൾക്കാർ പ്രായമായവരൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവണം, പക്ഷെ പെരുന്നാളിന് വള്ളിയിൽ പോയാലാണ് ആ അത്തറിന്റെ മണം കിട്ടുക. ആ അത്തറിന്റെ മണം ചിലപ്പോ ഖത്തറിലൊക്കെ ഉള്ള ഈ തൂറിന്റെ കടകളിൽ പോയാൽ ചിലപ്പോൾ ഒരു എടുത്തു തരും. ആ മണം കിട്ടിയ അപ്പൊ നമുക്ക് ഓർമ്മ വരിക നമ്മുടെ കുട്ടിക്കാലത്തെ പെരുന്നാളിന്റെ ഓർമ്മയാണ്. എന്തിനാപ്പ അതൊക്കെ? പഴയ ഏതെങ്കിലും ഗാനങ്ങളോ മറ്റോ കേട്ടാലും നമ്മൾ നമ്മുടെ ആ കുട്ടിക്കാലത്തേക്ക് പോകും. പടച്ചോ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന ആ കാലം, ഉപ്പുണ്ടായിരുന്ന കാലം എന്നൊക്കെ ഓർമ്മ വരും. ഇതാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. അപ്പൊ ഇതേ വിധത്തിൽ ചില തോന്നലുകൾ ഉണ്ടാക്കാൻ ഈ സിഹർ എന്ന കാര്യം കൊണ്ട് സാധിക്കും എന്ന് ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്. ഖുർആൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞപ്പോ അന്നത്തെ സാഹിറന്മാരും മൂസാ നബി അലൈഹി ഇസ്ലാമും നടക്കുന്ന ഒരു മത്സരത്തെ പറ്റി പല സ്ഥലത്ത് ആവർത്തിച്ചല്ലോ. അതില് ആ സാഹിറന്മാര് അവരുടെ വടികളും വടികളും കയറുകളും നിലത്തിട്ടപ്പോ കാണികൾക്ക് തോന്നി, ഖുർആൻ ഉപയോഗിച്ച വാക്ക് സഹറു അയുനൻ നാസ്, ആളുകളുടെ കണ്ണുകൾക്ക് അവർ സിഹിർ ചെയ്തു, മാരണം ചെയ്തു എന്നോ ആഭിചാരം ചെയ്തു എന്നോ എന്തോ ആവാം. അങ്ങനെ ഖുർആൻ ഉപയോഗിച്ച വാക്കതാണ് സിഹിർ. അപ്പൊ എന്നിട്ട് എന്തായി? അവർക്ക് തോന്നിയവ പാമ്പുകളാണ്. എന്നിട്ട് ഉണ്ടായ സംഭവം എന്താന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് വരെ തോന്നലുണ്ടായി, കണ്ടമാനം മൈതാനം നിറയെ പാമ്പുകൾ ഇഴഞ്ഞു നീങ്ങുന്ന പോലെ. അതാണ് അതിന്റെ അനുഭവം, തോന്നി. അപ്പൊ അള്ളാഹു പറഞ്ഞു മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്, നീ ഭയപ്പെടേണ്ടതില്ല, നിന്റെ വടി നിലത്തിട്ടേക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മറ്റത് തോന്നലാണ്, ഇത് യഥാർത്ഥത്തിൽ പാമ്പായി മാറുകയും അവയെ മുഴുവൻ പിടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അപ്പോ ഈ സിഹിറിനെ പറ്റിയുള്ള ഖുർആന്റെ ഭാഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതും അതിനെ പറ്റിയുള്ള വിവരണവും ഇതാണ്. ചില തോന്നലുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചില വിദ്യകൾ, അതിന് അറിവ് എന്ന് വിളിക്കുക. അറിവ് എന്ന് പറയുമ്പോഴേക്കും പുണ്യപ്പെട്ടതെന്ന് വിചാരിക്കേണ്ടതില്ല. ചില അറിവുകൾ ഈ ലോകത്തുണ്ട്. അപ്പൊ അത് കുറ്റകരമാണ്. നമ്മുടെ ദീനിൽ ചെയ്യരുത്, പഠിക്കരുത്, പ്രചാരത്തിൽ നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൂബിഖാത്ത് എന്നാണ്. സർവ പുണ്യകർമ്മങ്ങളുടെയും പ്രതിഫലം ഇല്ലാതെയാക്കി തീർക്കുന്നതെന്നാണ്. ഇതേ വിധിയാണ് ജൂതമതത്തിലുള്ളത്, മൂസാ നബി അലൈഹി ഇസ്ലാമും പറഞ്ഞത്. പക്ഷെ ജൂതന്മാർ എന്ത് ചെയ്തു എന്നറിയും? അവര് ഈ സിഹിർ, മാരണം അല്ലെങ്കിൽ ആഭിചാരം എന്നൊക്കെ പറയുന്ന ഈ സിഹിറിന് ഒരു മതത്തിന്റെ പരിവേഷം നൽകിയിട്ട് അത് പുണ്യപ്പെട്ടതാണ് എന്ന് ആളുകളെ മുന്നിൽ പ്രചരിപ്പിച്ചു. എന്നിട്ട് ഈ തെറ്റായ പ്രവൃത്തിയെ അവർ ആരിലേക്ക് ചേർത്ത് പറഞ്ഞു? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചെയ്തതാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആധിപത്യത്തിന്റെ കാരണം ഇതാണ്. അദ്ദേഹത്തിന് ജിന്നുകളും പറവകളും ഒക്കെ കീഴ്പ്പെടാൻ കാരണം ഈ സിഹിറിന്റെ പേരിലാണ് എന്ന് പറഞ്ഞു വരുത്തിയിട്ട് ഇതൊരു മതത്തിൽ ഒരു തെറ്റല്ലാത്ത കാര്യം പോലെ അവർ പറഞ്ഞു വരുത്തി. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. എന്തായി? അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ തൗറാത്തിനെ വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹു വിരോധിച്ച സിഹിർ എന്ന് പറയുന്ന ഒരു ആഭിചാര ക്രിയകളുടെ പിറകെ അവർ പോവുകയും അതിന് പ്രചാരം നൽകുകയും അവരത് ഏറ്റെടുത്ത് നടത്തുന്നവരായി തീരുകയും ചെയ്തു. ആ ആശയമാണ് ആ പറയുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആധിപത്യത്തെ പറ്റി മനുഷ്യ പിശാചുക്കളും ജിന്നിൽപ്പെട്ട പിശാചുക്കളും ഓതി വരാറുണ്ടായിരുന്നു. ഓതി വരിക എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിച്ചിരുന്നു, പറഞ്ഞു വന്നിരുന്നതൊക്കെ അവർ പിൻപറ്റി. എന്നുവെച്ചാൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അത്തരക്കാരനായിരുന്നു എന്ന് ഇവരും ഏറ്റു പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അംഗീകരിച്ചതാണ് സിഹിർ എന്ന വിധത്തിൽ അവർ സിഹിറിന്റെ പിന്നാലെ പോവുകയും ചെയ്തു. അത് താഴെ വരുന്ന ആയത്തിന്റെ ബാക്കിയിൽ നിന്ന് മനസ്സിലാവും. വമാ കഫറ സുലൈമാനു, സുലൈമാൻ കാഫറായിട്ടില്ല. വമാ കഫറ സുലൈമാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ ഒരു ലക്ഷ്യമുണ്ട് വരുന്നതിന്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന് ഒരു ലക്ഷ്യമുണ്ട്. പല ലക്ഷ്യങ്ങളിൽ ഒന്ന്, അള്ളാഹുവിനെ പറ്റി ഇവിടെ ജൂത, ക്രൈസ്തവ, മറ്റു മതവിഭാഗങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്ന അബദ്ധങ്ങൾ തിരുത്തുക എന്നുള്ളതാണ്. നബിമാരെ പറ്റി പൂർവിക മതങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്ന അക്കാലം വരെ നാട്ടിലുള്ളവ തെറ്റായ പ്രചരണങ്ങളെ തിരുത്തുക എന്നുള്ളതാണ് നബിമാരെ പറ്റിയൊക്കെ. അപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തെ പറ്റിയൊക്കെ ക്രിസ്ത്യാനികൾ പ്രചരിപ്പിച്ചതാണ് അവസാന വാക്കെങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഖുർആൻ വന്നില്ലെങ്കിൽ എങ്ങനെയാ സത്യാവസ്ഥ ആളുകൾക്ക് അറിയാം? അപ്പൊ അത് തിരുത്തുകയാണ് ഖുർആന്റെ ലക്ഷ്യം. ഇതുപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പ്രചരിപ്പിക്കപ്പെട്ട ഒരു ആക്ഷേപം, ഒരു മോശപ്പെട്ട കാര്യം, അദ്ദേഹം അത്തരക്കാരനല്ല,
അദ്ദേഹം സിഹർ ചെയ്തിട്ടില്ല, സിഹർ പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, പ്രചാരകനുമല്ല. അതാണ് വമാ കഫറ സുലൈമാൻ. സുലൈമാൻ എന്ന പ്രവാചകനെ പറ്റി നിങ്ങൾ അദ്ദേഹം കാഫറായി എന്ന വിധത്തിൽ പ്രചരിപ്പിക്കരുത്. അദ്ദേഹവും സിഹറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മൾക്കുണ്ട് ഇവിടെ ചില ചിന്തകൾ. എന്താണെന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയൊക്കെ ഇതുപോലെ ഒരിക്കൽ പോലും നബി അറിഞ്ഞിട്ടില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും. നബി കാഫറാവുന്നു എന്നാരും പറഞ്ഞിട്ടില്ല, നഅൂദുബില്ലാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറ്റിയൊക്കെയുള്ള വാക്കുകളൊക്കെ കേട്ടാൽ, ഇവർ കാട്ടിക്കൂട്ടുന്നതൊക്കെ കേട്ടാൽ നബിക്ക് ഇതൊക്കെ ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് പൊതുവെ സമൂഹം അതങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അതായത് ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മള് മുസ്ലിങ്ങളല്ലെന്ന് വിചാരിക്കുക. നമ്മൾ ഈ മുസ്ലിങ്ങൾ നടത്തുന്ന മീലാദുൻ നബി, ഒരു ഉദാഹരണം പറയണം, മീലാദുൻ നബി ആഘോഷത്തെ നമ്മളിങ്ങനെ ഒരു മറ്റു മതസ്ഥയിൽപ്പെട്ട ഒരാളായി നിന്നുകൊണ്ട് ഇങ്ങനെ വീക്ഷിച്ചാൽ നമുക്ക് എന്താ തോന്നുക? ഇതുവരെ മതത്തിലുള്ളതാട്ടോ. അപ്പോ ആ നബിയുടെ കാലഘട്ടം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടാവണം. എന്നിട്ട് ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കോലം കണ്ടില്ലങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു സംഗതി നേരെ ചൊവ്വയെ മാപ്പിളാര് ചെയ്യൂല. അതിനുള്ളൊരു കോലും തേലൊക്കെ പണ്ടൊക്കെ പറഞ്ഞ മുദ്രാവാക്യം എന്താന്ന് പറഞ്ഞാൽ, നാളെ മഹ്ശർ എത്തുമ്പോ പല പല നബിമാരെ കാണുമ്പോ ഞങ്ങളെ നബിയെ മറക്കരുത് എന്നൊക്കെ. അതൊക്കെ പോയിപ്പോ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വിളിച്ച മുദ്രാവാക്യാണ്. അതൊക്കെ അറിയുള്ളൂ. ഖുർആൻ പറഞ്ഞു ദാലിക മബ്ലൂഹും മിനൽ ഇൽമ്, അത്രയ്ക്ക് അവർക്ക് അറിയുള്ളൂ. അപ്പൊ അതേമാതിരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ഹനിച്ചു കളയുന്ന, പിന്നെ അദ്ദേഹത്തിനെ പറ്റിയുള്ള ജനങ്ങളുടെ മതിപ്പും, ഒരു മനുഷ്യ സ്നേഹി എന്തോ, മനുഷ്യർക്ക് നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കാൻ വന്ന ഒരു വ്യക്തി എന്നതിനെ തരം താഴ്ത്തുന്ന തലത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടത്തപ്പെടുന്നു. ഏതോ ഒരു സമയത്ത്, ഇപ്പൊ ഞാൻ ഒരു അധ്യാപകനാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല, സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ വായെന്നൊക്കെ ചെറിയ ഉമിനീരിന്റെ ശകലമൊക്കെ കുട്ടികളെ മേത്തൊക്കെ വീഴും. അപ്പൊ നമ്മളോട് സ്നേഹമുള്ള ചില കുട്ടികൾ ഉണ്ടാവും, എല്ലാ ക്ലാസ്സിലും ഉണ്ടാവുമല്ലോ, നല്ല ഉസ്താദ്, ഇൻഡുസ്താദ് എന്നൊക്കെ കണക്കാക്കുന്ന കുട്ടികൾ. ആ കുട്ടികൾക്ക് അതിൽ യാതൊരു പരാതിയുണ്ട്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതിലെ സംഭവിച്ചു പോകും. നമുക്ക് അറിയാം കുട്ടികളെ മുഖഭാവങ്ങളുടെ. എന്നാൽ ഈ അധ്യാപകനോട് അത്ര വലിയൊരു തൃപ്തി ഇല്ലാത്ത കുട്ടികൾ എന്താ ചെയ്യുക? ഒരു അറപ്പോ വെറുപ്പോ പോലെയുള്ള മുഖഭാവമാണ് അവരുടെ ഭാഗത്തുണ്ടാവുക. ഒരു ചെറിയ, അവിടെ കാണാൻ മാത്രം ഉണ്ടാവില്ല, ഒരു സൂചി കൊണ്ട് കുത്താൻ പറ്റുന്ന ഭാഗത്തുള്ള മാതിരിയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഞാൻ എന്താ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പിയതോ ഒക്കെ ആ ആളുകൾക്ക് ഒരു വിഷമമില്ലാതെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ആളുകൾ അത്രക്ക് സ്നേഹിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നാണ്. പിന്നെ അത്തരം ചില കാര്യങ്ങൾ, നബിയെ പറ്റിയൊക്കെ തെറ്റിദ്ധാരണ വരുത്താവുന്ന അത്തരം വിഷയങ്ങൾ, അതിന് വിശദീകരണം നൽകപ്പെടാൻ പറ്റാത്ത, വിശദീകരണം കൂടി നൽകാത്തൊരു സാഹചര്യത്തില് വിളിച്ചു പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാനിത് മൈക്ക കെട്ടി വിളിച്ചു പറഞ്ഞാൽ ഇത് കേൾക്കുന്നവരെ കൂട്ടത്തിൽ പലരും ഉണ്ട്. ഇത് കേട്ടാൽ ഇസ്ലാമിന് ഗുണമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള മതിപ്പ് കൂടുമോ കുറയുമോ? നുണയൊന്നും അല്ല പറയുന്നത്, ശരിയാ. പക്ഷെ അതൊരു തെറ്റിദ്ധാരണാജനകമല്ല. അതിന്ന് വിട്ടു നിൽക്കല്ലേ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്. ആരോട് പറയാനാ? കാര്യമായ വയലുകൾ ഇത്തരം കാര്യങ്ങളാണ്. സെയ്ദ് ഹാരിസ് റളിയല്ലാഹു വിവാഹം കഴിച്ച സൈനബയെ അദ്ദേഹം വിവാഹമോചനം ചെയ്തതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. എന്തെല്ലാം കഥകളാണ് ഇതിലൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്. എന്തെല്ലാം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെയും അസീസിന്റെ ഭാര്യയുടെ, അസീസിന്റെ ഭാര്യ സുലൈഖയാണെന്നൊന്നും ഖുറാനിലെ ഹദീസിലൂടെയും വന്നില്ല. ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ആരെങ്കിലും സുലൈഖ എന്ന് പേരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്തിനാണെന്നറിയോ? തെറ്റ് ഇനി തിരുത്തപ്പെടാൻ വേണ്ടിയിട്ടാ. നമ്മുടെ ഒരാൾക്ക് പേരിടുന്നത് അയാൾ അതുപോലെ ആവണം എന്ന് വിചാരിച്ചിട്ടല്ലേ. നിങ്ങളെ മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർക്ക് അറിയാത്തൊരു കാലഘട്ടമാണ് നോക്കുക. നിങ്ങളെ മകൾക്ക് സുലൈഖ എന്ന് പേരിട്ടത് എന്തുദ്ദേശത്തിലാ? ആ സംഭവത്തില് അങ്ങനെ പെണ്ണുണ്ടോ എന്ന് തന്നെ അറിയില്ല, അവളെ പേരതാണോന്ന് അറിയില്ല, ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയെ പോലെ ആവണം എന്ന് വിചാരിച്ചിട്ടാ. അത് നല്ല ക്യാരക്ടർ അല്ലല്ലോ ഖുർആൻ പറഞ്ഞെന്ന കണക്കിന്. നമ്മളെ അശ്രദ്ധ നോക്കി നിങ്ങള്. എന്താ മോക്ക് പേരിട്ടെന്ന് വെച്ചു സുലൈഖ. അത് ശരി, പണ്ട് സുലൈമാൻ നബിനെ യൂസുഫ് നബിനെ കേരി പിടിച്ച പെണ്ണിന്റെ പേരാട്ടിക്കണല്ലേ. ആ പെണ്ണിന്റെ പേരാണോ അള്ളാഹു ആലം. ആ പെണ്ണിന്റെ പേരതാന്ന് ഖുർആനിലെ ഹദീസിലൊന്നുമില്ല. ഇതുപോലെയാ പലപ്പോഴും. ലൈല മജ്നൂൻ, മജ്നൂൻ എന്നൊക്കെ പേരുള്ള ആളുകളുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മജ്നൂൻ, ഭ്രാന്തൻ എന്നാ വാക്കിന്റെ അർത്ഥം.
ലേല് രാത്രിയാണ്. ലൈല എന്ന് പറയുമ്പോൾ കള്ളിന്റെ നുരയാണ്. നിങ്ങൾ ആരും എന്നോട് വെറുക്കണ്ട. നിങ്ങൾ പേരിട്ടെങ്കിലേ നിങ്ങൾക്ക് കുറ്റമാവുന്നുള്ളൂ. നിങ്ങൾ പിന്നെ നിങ്ങളെ മാതാപിതാക്കൾ അറിയാത്ത സമയത്ത് ചെയ്തു പോയതിന് അവരോട് വെറുപ്പൊന്നും കണക്കാക്കണ്ടേ. അപ്പോ പിന്നെ ഇതിനിപ്പോ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോയതെന്തിനാ? ഒന്ന് സഹായിക്കും നിങ്ങള്. അപ്പൊ ഇവിടെ ഞാൻ അങ്ങോട്ട് പോയത് എന്തിനാ? ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ആക്കിയിട്ട് പറ. ആരും കേൾക്കുന്നില്ലേ? എന്താ ബന്ധം വിട്ടുപോയി? വയസ്സായിടോ, നിവൃത്തിയൊന്നുമില്ല. അപ്പൊ എന്തോ ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകളും വചനങ്ങളും കഴിവതും ഒഴിവാക്കുക. നമ്മളും തന്നെ അങ്ങനത്തെ സംസാരങ്ങൾ. അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ, വാട്സപ്പ് ആയാലും ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ആയാലും അങ്ങനത്തെ വിഷയങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. നിങ്ങളെ പിന്നെ ഇവരുടെ കൂട്ടത്തിലൊക്കെ ധാരാളം ഇതര മതസ്ഥരായ ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഈ പരാമർശം കേട്ടാൽ ഇസ്ലാമിനെ പറ്റിയും നബിയെ പറ്റിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും ഒക്കെ ഒരു മോശപ്പെട്ട ഇംപ്രഷനാണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ആ തരം കാര്യങ്ങൾ പറയാതിരുന്നുകൂടെ? നമുക്കൊക്കെ മിണ്ടാതിരുന്നുകൂടെ? ഒളിപ്പിച്ചു വെക്കലൊന്നുമല്ല, അത് അതിൻ്റെതായ ഒരു മാന്യതയല്ലേ. നമ്മുടെ ഉപ്പാനെ പറ്റി ഉമ്മാനെ പറ്റിയാണെങ്കിൽ നമ്മൾ അങ്ങനെ വല്ലതും പറയും. നമ്മളെ മക്കളെ പറ്റിയാണെങ്കിൽ പറയും. എന്താ പിന്നെ ഈ ഒരു സ്നേഹം നബിയെ പറ്റി ഇല്ലാതെ പോകുന്നത്? അപ്പോ ഈ പിന്നെ ഇവിടെ ഇവരെന്ത് ചെയ്തു? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അരുതാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ചു. മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ഇപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അരുതാത്തത് പലതും പ്രചരിപ്പിക്കുന്നു, പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അവ തിരുത്തപ്പെടേണ്ടതാണ് എന്ന വിധത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഇസ്തിഗാസയുടെയും തവസ്സുലിന്റെയും അള്ളാഹു അല്ലാത്തവരോട് സഹായം അഭ്യർത്ഥിക്കുന്നതിന്റെയും അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്നതിന്റെയും പല കള്ള വാർത്തകൾ വായിച്ചു കേട്ടാൽ തോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനൊക്കെ മൗനാനുവാദം കൊടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ്. ഒരിക്കലൊരു സഹാബികൾ ഒരു യാത്ര പോയപ്പോ അവരൊരു വിജനമായ സ്ഥലത്തെത്തിപ്പെട്ട ആഹാരമല്ലാതായപ്പോ, വിജനമല്ല, ഒരു ദൂരെ സ്ഥലത്തെത്തിപ്പെട്ടപ്പോ അവിടുത്തെ ആ ഗ്രാമീണരോട് ആ സഹാബികൾ ലേശം ഭക്ഷണം ചോദിച്ചു. അപ്പൊ അവര് ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ അവര് സഹിച്ചു. വേറെ എന്താക്കാനോ? അന്ന് രാത്രിയില് ആ ഗോത്ര നേതാവിന് വിഷം തീണ്ടി, എന്തോ കടിച്ച് വിഷം പറ്റി. അപ്പൊ അവരെ പക്കലുള്ളതൊക്കെ ചെയ്തിട്ട് ഉത്തരം പിന്നെ ഈ ആ ഗോത്ര നേതാവിന് ഈ പിന്നെ വിഷം തീണ്ടിയപ്പോ, വിഷം പറ്റിയപ്പോ അവർ ഈ സഹാബികൾ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ നേതാവിനെ പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ പറ്റുമോ, ചികിത്സിക്കാൻ പറ്റുമോ? സഹാബികൾ അവിടെ പോയി. എന്നിട്ട് അവര് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അയാൾക്ക് മന്ത്രിച്ചു, ഊതി. മന്ത്രിക്കുക എന്നാണ് പ്രാർത്ഥിക്കുക എന്ന അർത്ഥം. മന്ത്രം കേൾക്കുമ്പോഴേക്ക് നമുക്ക് എന്തോ തോന്നുകയാണ്. രഹസ്യമായി ശബ്ദം താഴ്ത്തി പറയുന്ന പ്രാർത്ഥനയാണ് മന്ത്രം എന്ന് പറഞ്ഞത്. അയാൾക്ക് മനസ്സിലാവും. ഒരു രോഗിയെ കാണാൻ പോകുമ്പോ അല്ലാഹുമ്മ റബ്ബന്നാസ് ഇശ്ഫി അൻത ഷാഫി മുഹിബൽ ബാസ് ഇശ്ഫി അൻത ഷാഫി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ. ഈ പ്രാർത്ഥന രോഗിന്റെ അടുത്ത് നിന്ന് പതുക്കെ ചെല്ലാനാ പറഞ്ഞത്. നിങ്ങൾ രോഗിന്റെ അടുത്ത് ചെന്നിട്ട് 10 ആള് വട്ടം കൂടി നിന്നിട്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാ ലാ യുഗാദിറു സഖമ എന്ന് പറഞ്ഞ ഈ മയ്യത്തിന് ഈ കിടക്കണാക്കാൻ എന്താ തോന്നിയ? എല്ലാവരും കൂടി ഇന്റെ അടുത്ത് വന്ന് തസ്ബീഹ് എല്ലാം തോന്നും. അപ്പൊ അതുകൊണ്ട് പതുക്കെ പറയാൻ പറഞ്ഞു. മന്ത്രം എന്ന് പറയുമ്പോഴേക്ക് എന്തോ ആന്ന് ബേജാറാണ്ടില്ല, പതുക്കെ പറയുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ അവരുടെ അറിവ് വെച്ച് അവർ ചെയ്തതാണ്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ വല്ല വിഷം തീണ്ടലോ അങ്ങനെ വല്ലതും ഉണ്ടായാല് നിങ്ങൾ ഫാത്തിഹ ഓതിയാൽ മതി. അതൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. അവരുടെ ഒരു ഐച്ഛിക ഒരു ഇഷ്ടത്തിനെ തെരഞ്ഞെടുത്ത് ചെയ്തു. അവർക്ക് സുഖപ്പെട്ടു, അയാൾക്ക് നേതാവിന് സുഖപ്പെട്ടു. ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോ ഈ തമാശ അവർ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പങ്കുവെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തമാശയിൽ പങ്കെടുത്തു. പ്രവാചകരെ ഞങ്ങൾക്ക് തിന്നാതൊന്നുമില്ല. അപ്പോഴാണ് അയാൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റുന്നത്. അന്നേരം ഞങ്ങളൊരു കാച്ച് ഞങ്ങളൊരു പണി നടത്തി നോക്കി. ഞങ്ങളെ ഫാത്തിഹ കണ്ട് ഓതിയിട്ട് ഞങ്ങൾ മന്ത്രിച്ചു പറഞ്ഞു. എന്തേ മന്ത്രിച്ചു ചോദിച്ചു? ഞങ്ങൾ ഫാത്തിഹ ഓതി. എന്നിട്ട് ഫാത്തിഹ ഓതി മന്ത്രിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഫാത്തിഹ ഓതുക പിന്നെ ഊതുക, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അയാൾക്ക് സുഖപ്പെടുകയും ചെയ്തു. ആ പറഞ്ഞ രീതിയും സംഭവങ്ങളും ഒക്കെ വായിച്ചാൽ അറിയാം, അത് ഒരു അത്ഭുതകരമായ കൗതുകകരമായ ഒരു സംഭവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അത് നബിയും അതിൽ പങ്കാളിയായി. അവരെ കുറ്റപ്പെടുത്താനൊന്നും പോയില്ല, ഇത്ര ഉണ്ടായുള്ളൂ. എന്നാൽ ഓരോ രോഗങ്ങൾക്കും ഇന്ന ആയത്തുകൾ ഇത്ര തവണ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പഠനം, ഒരു അധ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല.
ഇന്നിപ്പോ ഒരു തമാശ കേട്ടു ഞാൻ, നിങ്ങളെ പറമ്പ് വിറ്റ് പോകുന്നില്ലെങ്കിൽ എന്താണ് വേണ്ടാത്തരാണ് പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും ഓർമ്മ വരാത്തത്. പിന്നെ ഏതോ ഒന്ന് 70 പ്രാവശ്യം ഓതുക, പിന്നെ 70 പ്രാവശ്യം തബ്ബത്ത് ചെയ്ത അബീലഹബ് ഓതുക, എന്നിട്ട് എന്തോ ഓതിയിട്ട് ഒരു കുപ്പിയിലാക്കി അവിടെ കുഴിച്ചിടേറ്റ് ചെയ്ത എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറമ്പ് കച്ചവടം അപ്പം നടക്കും. ഈ കാക്കാക്കൊക്കെ ഇവിടുന്ന് കിട്ടിയതൊക്കെ. മറ്റേ ചങ്ങായിണ്ട്, അയാള് കുറെ കിതാബൊക്കെ ഇറക്കിയിട്ടുണ്ട്. അയാൾ നല്ല മനുഷ്യനായി എനിക്ക് തോന്നിയിരുന്നു. പിന്നെ പിന്നെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാന്നും പറഞ്ഞിട്ട്, എന്നിട്ട് ഒരു പുതിയ ചികിത്സാ രീതി, എന്താ ഖുർആനോ പുതിയോ എന്നെ കൂടി പറഞ്ഞിട്ട്. ആരുടെയോ ഇവർക്കൊക്കെ ഈ അനുവാദം കൊടുത്തത്? ഏത് സൂറത്താണ് ഏത് രോഗത്തിനാണ് ചികിത്സക്കെന്ന് പറഞ്ഞ ആരാ? നിസർദാലിസ്ലമിയോ? അപ്പൊ അവരിതിന് പറഞ്ഞ ന്യായം എന്താന്ന് അതിൽ കുറെ ആൾക്കാരുണ്ട്, കുറച്ചുകൂടി ആധുനികമായി ചിന്തിക്കുന്നവർ വരെ അതിന്റെ ഒക്കെ പിന്നാലെ കാണുന്നുണ്ട്, നമ്മുടെ പഴയ ചില കൂട്ടുകാരൊക്കെ. അപ്പൊ അവര് പറഞ്ഞ ന്യായം, അത് ചെയ്ത് നോക്കിയിട്ട് അതിന് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്തുകൂടെ എന്നാണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. ഹദീസിന് വാദമുണ്ട്, ചികിത്സ അറിയാത്തവൻ ചികിത്സിച്ചിട്ട് ആ രോഗിക്ക് എന്തെങ്കിലും വന്നാൽ ഇവൻ അതിന് പിന്നെ ഉത്തരവാദിയാണ്. രോഗം പെരുകിയാൽ അധികരിച്ചാൽ ഈ ചികിത്സിച്ചവൻ കുറ്റക്കാരനാ. ആ രോഗി എങ്ങാനും മരിച്ചു പോയാലോ അവന് കുറ്റക്കാരനാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിലെ വാക്ക് വളരെ വ്യക്തമാണ്. ഓരോ രോഗത്തിനും അള്ളാഹു ചികിത്സ ഇറക്കിയിട്ടുണ്ടെന്നാണ്. ഓരോ രോഗത്തിനും ഓരോ സൂറത്ത് ഇറക്കിയിട്ടുണ്ടെന്നല്ലേ നബി പറയേണ്ടത്? ഓരോ രോഗത്തിനും ഓരോ സൂറത്ത് ഇറക്കിയിട്ടുണ്ട് എന്ന് നബി പറഞ്ഞിട്ടില്ല. ഞാനിത് പറയുന്ന മനഃപൂർവ്വ. ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ചിലരെങ്കിലും ഈ ഇടയാട്ടുള്ളവരുണ്ടാവുമെന്ന് ഞാൻ സംശയിക്കാം. ഞങ്ങളെ മുഖം കണ്ടിട്ടില്ല, എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല, കുറച്ചു പേരെ അല്ലാതെ. ഞാൻ അറിയുന്നവർ അതിൽപ്പെട്ടവരെല്ലാം എനിക്ക് ഉറപ്പാണ്. ഇത് എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഇതെന്താ ഖുർആൻ ആയത്തുകൾ? ഖുർആനിൽ ഷിഫ എന്ന് പറഞ്ഞാണ്. പക്ഷെ ഷിഫാഉൽ ലിമാ ഫി സുദൂർ, മനസ്സുകളിലുള്ളവർക്ക് രോഗം ശമനമാണെന്ന് പറഞ്ഞത്. ഏതാണ് ശരിയായ മാർഗം, ഏതാണ് തെറ്റായ മാർഗം? ഇവർ അങ്ങോട്ട് വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ ഇങ്ങോട്ട് വിളിക്കുന്നു, ഹിന്ദുക്കൾ ഇങ്ങനെ പറയുന്നു, മറ്റത് പറയുന്നു. ഏതാണ് ഇതിൽ ശരിയായ മാർഗം എന്ന് അന്വേഷിക്കുന്നവന് സമാധാനം, ശമനം നൽകും വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ. അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ ക്യാൻസറിന് ഇന്ന ആയത്ത്, പിന്നെ ഇന്ന രോഗത്തിന് ഇന്ന ആയത്ത്, ഇന്ന രോഗത്തിന് ഇന്ന സൂറത്ത് ഇത്ര തവണ. ആ മനുഷ്യനൊക്കെ പറഞ്ഞ വാക്കുണ്ടല്ലോ, പെണ്ണുങ്ങളുടെ മെൻസസ് കുളി തെറ്റി തകരാറായത് പിന്നെ ആ മെൻസസുമായി ബന്ധപ്പെട്ട ആയത്ത് എഴുതിയിട്ട് അരക്കെട്ടിൽ കെട്ടാനൊക്കെ എഴുതാനൊക്കെ പറഞ്ഞു, അരയുടെ ഭാഗത്ത് കെട്ടാനൊക്കെ പറഞ്ഞു. ഇവനൊക്കെ പരലോകത്തുനിന്നെങ്കിലും കാണാൻ കഴിയേണ്ടില്ല വിചാരണ. എന്തൊരു അബദ്ധം മനുഷ്യനൊക്കെ പറഞ്ഞുണ്ടാക്കണേ. എന്നിട്ടോ ഇതിനെതിരെ നമ്മളാരും ശക്തമായ ഒരു പ്രതികരണം നടത്താത്തത് കൊണ്ട് ഇതൊക്കെ എല്ലാവരും അംഗീകരിച്ചതാണ് എന്ന മട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ പോരായ്മയാണിത്. അതിനെതിരായിട്ടൊക്കെ വല്ല പുസ്തകം വല്ലതും ഇറങ്ങിയോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ എഴുതിക്കൂടെ? എഴുതാൻ പറ്റുന്നവരും പറയാൻ പറ്റുന്നവരും വ്യത്യസ്തമാണ്. ഇതൊക്കെ നമ്മൾ കൂട്ടമായി ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഒരൊറ്റപ്പെട്ട സംഭവമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ. ഹദീസിന്റെ കിതാബുകളിൽ കിതാബു തിബ്ബ്, ചികിത്സയുടെ അധ്യായം എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അവിടെ എവിടെയും ആയത്തുകൾ കൊണ്ട് നിർബാധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സയായി കാണുന്നില്ല. ഏവം പറഞ്ഞാലും അതിന് ദീനിൽ യാതൊരു തെളിവുമില്ല ആയത്തുകൾ കൊണ്ട് ചികിത്സിക്കുന്നതിന്. അതിന് ഏതെല്ലാം ശൈഖന്മാര് കൂട്ടം കൂടി വിളിച്ചു പറഞ്ഞാലും ശരി, ഖുർആനിൽ അങ്ങനെ ഒരു തെളിവില്ല. ഖുർആൻ സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പറഞ്ഞ വാക്ക് അലാ ലിക്കുല്ലി ദാഇൻ ദവാ, ഓരോ രോഗത്തിനും ഒരു മരുന്നുണ്ട്. ഇപ്പൊ തദാവൂ, നിങ്ങൾ ചികിത്സ നടത്തണം. വലാ തദൗബിൽ ഹറാം, പക്ഷെ ഹറാമായ ചില ചികിത്സകളുണ്ട്, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാ പറയേണ്ടിയിരുന്നത്. ഓരോ രോഗത്തിനും സൂറകളുണ്ട്, നിങ്ങളിത് പഠിക്കൂ സഹാബികളെ എന്നാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ജാതി ഒരുപാട് അനാവശ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർക്കപ്പെടാൻ പറ്റാത്ത പലതും പ്രചാരത്തിൽ നിൽക്കുകയാണ്. അത് പ്രതികരിക്കപ്പെടേണ്ടതാണ്, പ്രതിഷേധിക്കപ്പെടേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ് എന്ന വിഷയം ഈ ആയത്തിലുണ്ട്. ഒമാ കഫറ സുലൈമാൻ, സുലൈമാനെ പറ്റി നിങ്ങൾ അദ്ദേഹം കാഫറായി എന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കി വലാകിന്ന ശയാത്തീന കഫറു, പിശാചുക്കളാണ് കാഫറായത്. പിശാചുക്കളാണ് കാഫറായത് എന്ന് പറയുമ്പോൾ ശൈത്താന്മാരൊക്കെ കാഫറാന്ന് നേരത്തെ ഖുർആൻ പറഞ്ഞതല്ല. പിന്നെ ഈ ശൈത്താന്മാർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് മനുഷ്യ പിശാചുക്കൾ. എന്റെ താഴെ വരുന്ന ആയത്തിൽ കാണാം, യുഅല്ലിമൂനന്നാസ സിഹ്റ, ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പിശാചുക്കളാണ് കാഫറായത്. അപ്പോ സിഹിർ പഠിക്കാനും പഠിപ്പിക്കാനും നടന്ന മനുഷ്യരെ ഖുർആൻ വിശേഷിപ്പിച്ചത് പിശാചുക്കൾ എന്നാണ്. ആ പിശാചുക്കൾ സർവരും കാഫറാണ്. ഇത് ഇന്നിപ്പോ മുസ്ലിം സമൂഹത്തിൽ സിഹിറിന് എന്തെല്ലാം അംഗീകാരാന്നറിയോ? പിന്നെ
ഈ നോട്ടീസുകൾ പ്രചരിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതി എന്നും കൂടി പറഞ്ഞു. യുവല്യമുനൻ നാസ സിഹിറാണ്. അപ്പോ സിഹിർ പഠിപ്പിക്കുന്ന പഠിപ്പിച്ച വ്യക്തികളെ വിശുദ്ധ ഖുർആൻ കാഫറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുഫറാണ്, കുഫരിയത്താണ്. അപ്പൊ തുടങ്ങും നിങ്ങൾക്കൊക്കെ സംശയം. നമുക്കൊരാൾ കുഫർ പിന്നെ സിഹിർ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാണിക്കുക, അങ്ങനെ എങ്ങനെ എന്നൊക്കെ നിൽക്കുക. നിങ്ങൾ ആയത്ത് പഠിച്ചു. നിങ്ങൾക്ക് എപ്പോഴാണ് ഈ സിഹിറാണ് നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുക? നിങ്ങൾക്ക് ഒരു വഴിയില്ല അതറിയാൻ. ഒരു വഴിയില്ല. നിങ്ങൾക്ക് വന്ന രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോളൂ. നിങ്ങളോട് ആരും ഇങ്ങനെ വളരെ വിശാലമായി സിഹിറിന് ഇങ്ങനെ ഒരു വലിയ ക്യാൻവാസ് ഉണ്ടെന്നും അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആരെങ്ങളോട് പറഞ്ഞെന്ന്? അത് അതിന്റെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നതാ, അവർക്ക് മാർക്കറ്റ് ഉണ്ടാവാൻ. ആയത്തിലേക്ക് വരാം. അപ്പൊ ആ മനുഷ്യ പിശാചുക്കൾ കാഫറായി എങ്ങനെ സിഹിർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. ആ പഠിപ്പിക്കുക എന്നുള്ള വാക്ക് ശ്രദ്ധിക്കാം. എന്താ ഇതിന്റെ അർത്ഥം? എന്താ പറയുന്നത്? സിഹിർ ഒരു ഗുരുനാഥനിൽ നിന്ന് ചൊല്ലിയോ കേട്ടോ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അറിവാണ്. അറിവ് എന്ന് ഞാൻ പറയുമ്പോഴേക്ക് അതൊരു മഹത്തരമാണെന്ന് കൂട്ടേണ്ടതില്ല. മഹത്തരം എന്ന് ഞാൻ പറഞ്ഞില്ല. കളവ് കക്കുക എന്നുള്ളത് ഒരു അറിവാണ്, പോക്കറ്റ് അടിക്കുക എന്നുള്ളത് ഒരു അറിവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് മെച്ചപ്പെട്ടതാണ് എന്ന അർത്ഥത്തിനല്ല. അത് നേരത്തെ പരിചയിച്ച് ശീലിച്ച ആളുകൾ അവരുടെ പക്കലുള്ള അറിവ് പുതിയതായി കടന്നു വരുന്ന ജൂനിയേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ അതൊരു അറിവായി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അവരെന്ത് ചെയ്തു? വമാ ഉൻസില, ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി. അവർ സിഹിറിനെയും പിൻപറ്റി. മൂസാ നബി അലി ഇസ്ലാമിന്റെ രാജവാഴ്ചയെ കുറിച്ച് പിശാചുക്കൾ പ്രചരിപ്പിച്ച അദ്ദേഹം സിഹിറാണ് ചെയ്തിരുന്നത് എന്ന വാദത്തെ ഇസ്രായേലിയർ പിൻപറ്റി. പിന്നെ അവർ എന്തിനെ പിൻപറ്റി? അലൽ മലക്കൈനി, 2 മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ട്. ഇതൊരു പുതിയ വിവരമാ ഖുർആൻ പറഞ്ഞു തരുന്ന. എവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ? ബാബിലോണിയയിൽ. ബാബിലോണിയ എന്ന് പറയുന്നത് പഴയ ഒരു സംസ്കാരത്തിന്റെ പേരാണ്, പഴയ ഒരു നഗരത്തിന്റെ പേരാണ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കുഴിച്ചെടുക്കപ്പെട്ടത് എവിടെയാണെന്നറിയോ? ബഗ്ദാദിൽ നിന്ന് 80 അല്ലെങ്കിൽ 90 കിലോമീറ്റർ തെക്കുമാറിയുള്ള ഒരു ഭാഗത്ത് ഈ പഴയ ബാബിലോണിയൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ബാബിലോണിയ വളരെ പ്രസിദ്ധമായ ഇതാണ്. ബാബിലോണിയയിലെ തൂങ്ങുന്ന കൊട്ടാരത്തെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ട് കാണും, സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചു കാണും. ഹാങ്ങിങ് ഗാർഡൻസ് ബാബിലോണിയക്കാരുണ്ടാക്കിയ, അതായത് 10-22 കിലോമീറ്ററോളം അല്ലെ മീറ്ററോളം ഉയരത്തിൽ ഇങ്ങനെ പിന്നെ ബിൽഡിങ്ങുകളും മറ്റിങ്ങനെ തട്ടുകളാക്കി ഉണ്ടാക്കി അവഴിയിലൊക്കെ പ്രത്യേക തരം ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ദൂരേന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ആകാശത്ത് തൂങ്ങി നിൽക്കുന്ന ഒരു തോട്ടം പോലെ തോന്നിക്കുന്ന മാതിരി ഉണ്ടാക്കി. അത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത്. അപ്പൊ ബാബിലോണി ആ പേരിൽ അറിയപ്പെട്ടതാണ്. പണ്ടത്തെ ലോകാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് എണ്ണപ്പെട്ടതാണൊക്കെ. ഇപ്പോഴത്തെ ലിസ്റ്റില് ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ആ ബാബിലോണിയയില് അള്ളാഹു പണ്ട് 2 മലക്കുകളെ പറഞ്ഞയച്ചു എന്നാ പറഞ്ഞത്. ഹാറൂത്ത് മാറൂത്ത് എന്നായിരുന്നു ആ മലക്കുകളുടെ പേരെന്നും ഖുർആൻ പറഞ്ഞു. ഇവിടെ ഖുർആൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ സമയം തീരാറാകുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് പഠിക്കാൻ താരം. ഒരു വിഷയം അന്ധവിശ്വാസമാണ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? അത് ശരിയല്ല, അത് അന്ധമാണെന്ന് പറയുന്നത്. ഒന്ന്, മനുഷ്യർ ഒരു അറിവ് സമ്പാദിക്കാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ചില വഴികളുണ്ട്. ആ വഴികളിലൂടെ ഒന്നും സ്ഥാപിക്കാൻ കഴിയാത്തത് നമുക്ക് എന്ത് പറയാം? അന്ധവിശ്വാസം എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു ചരിത്രപരമായ ഒരു കാര്യത്തെ പറ്റിയാണെങ്കിൽ ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കുക, അല്ലെ? ഒരു ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ അത് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വരച്ചിട്ട് തെളിയിച്ച് സ്ഥാപിക്കുക. ഈ ആംഗിൾ ഇത്ര ഡിഗ്രിയാണുള്ളത് എന്ന് അളന്ന് കാണിച്ച് തിട്ടപ്പെടുത്തുക. അല്ലെങ്കിൽ ആൽജിബ്ര പോലെയുള്ളവയാണെങ്കിൽ കണക്ക് കൂട്ടി തെളിയിക്കുക. അതാണ് അതിന് മാർഗം. ശാസ്ത്രീയ വിഷയങ്ങൾ, വസ്തുക്കൾ, ഇപ്പം സൾഫറിന്റെ സ്വഭാവം ഇതാണ്, ഹൈഡ്രജന്റെ സ്വഭാവം ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ലാബിൽ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തി. ഇതൊക്കെയാണ് സാധാരണ മനുഷ്യർക്ക് അറിവ് നൽകാനുള്ള, അറിവ് സമ്പാദിക്കാനുള്ള വഴികൾ. പിന്നെ അനുഭവമാണ്, വ്യക്തിപരമായ അനുഭവം. എങ്ങനെ വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അത് കണ്ടു, ഞാൻ വെള്ളം കണ്ടു, അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കണ്ടു എന്നൊക്കെ പറയുന്ന നേർക്ക് നേരെയുള്ള. ഈ വിധത്തിലൊന്നും സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത വിഷയങ്ങളെയാണ് എന്ത് പറയാ? അന്ധവിശ്വാസം എന്ന് പറയാ. പക്ഷെ ഒരു ഉപാധി ഉണ്ട്. എന്താണ് ആ വിഷയം? വിശുദ്ധ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പറഞ്ഞതായിരിക്കില്ല. സാധാരണ മനുഷ്യ ബുദ്ധിയിൽ ഉദിക്കാത്തതോ
മനുഷ്യർ സാധാരണ അറിവ് സമ്പാദിക്കുന്ന മാർഗങ്ങളിലൂടെ മനുഷ്യർക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായ ഒരു കാര്യത്തെപ്പറ്റി അന്ധവിശ്വാസം എന്ന് നമ്മൾ വിധി പറയും മുമ്പ് ഒരു കാര്യം നമ്മൾ തീരുമാനിക്കണം. ആ വിഷയത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ വല്ലതും പറഞ്ഞുവോ? പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അന്ധവിശ്വാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവോ? പിന്നെ അത് അന്ധവിശ്വാസമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീക്ക് പിന്നെ ക്ലാസ്സിൽ പറയാലോ അല്ലേ, നമ്മൾ സ്റ്റുഡൻസ് അല്ലേ, പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുള്ളൂ. ആ ഒരുമിച്ച് ചേരുന്നത് ഗർഭാശയത്തിലാവാം, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലാവാം, എവിടെയാവട്ടെ, ആ ഒരുമിച്ച് ചേരൽ സംഭവിക്കണം ഒരു കുഞ്ഞ് പറക്കാൻ. ആ തത്വം ഇതുവരെ നിരാകരിക്കപ്പെട്ടിട്ടില്ല. ഈ ദുനിയാവിൽ ഒരാളും അങ്ങനെയല്ലാതെ ജനിച്ചിട്ടുമില്ല, ഒരാളൊഴിച്ച്, ഈസാ നബി അലൈഹിസ്സലാം. അവിടെ ഒരു പുരുഷ ബീജത്തിന്റെ യാതൊരു സാന്നിധ്യവുമില്ല. പക്ഷെ അതേസമയം ഒരു കുഞ്ഞ് ജനിച്ചു. ഇത് സാധാരണഗതിയുടെ അന്ധവിശ്വാസം എന്ന് പറയാം. സാധാരണഗതിയിൽ. കാരണം അതെങ്ങനെ ആവുക? അംഗീകരിച്ച ഒരു തത്വത്തിനും വരുന്നില്ലല്ലോ. പക്ഷെ അതൊരു അന്ധവിശ്വാസമല്ല. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്ന് ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതറിയാതെയാണ് പലപ്പോഴും അന്ധവിശ്വാസങ്ങളെ പറ്റിയുള്ള വാദോരാതെയുള്ള സംസാരങ്ങളോ ബഹളങ്ങളോ നടക്കുന്നത്. 300 ചില്ലാനം കൊല്ലം ഒരു കൂട്ടർ ഉറങ്ങിക്കിടന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയാം? സൂറത്തുൽ ബഖറയിൽ വരുന്നു, 100 കൊല്ലം ഒരാളെ പിന്നെ ഉറക്കിക്കിടത്തി മരിപ്പിച്ചു, പിന്നെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞു. മരിപ്പിച്ചു എഴുന്നേൽപ്പിച്ചു എന്നോ? അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസമല്ല. അത് പറഞ്ഞതാരാ? വിശുദ്ധ ഖുർആനാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മലക്ക്, 2 മലക്കുകൾ ഹാറൂത്ത് മാറൂത്ത് എന്ന പേരും പറഞ്ഞിട്ട് ബാബിലോണിയ എന്ന സ്ഥലവും പറഞ്ഞ് 2 മലക്കുകൾ വന്നു എന്നും ആ മലക്കുകൾക്ക് എന്തോ അറിവുകൾ നൽകപ്പെട്ടിരുന്നു, അതാണ് ഉൻസില, നൽകപ്പെട്ടു എന്നും ഖുർആൻ പറഞ്ഞാൽ അതെങ്ങനെ അന്ധവിശ്വാസാവാ? അങ്ങനെ സംഭവിച്ചു പണ്ട് കാലത്ത് എന്നാണ്. ഇനി നമ്മൾ മനുഷ്യന്റെ അറിവ് പരിശോധിച്ച് നോക്കുക. ബാബിലോണിയ എന്ന നഗരം പണ്ട് കാലഘട്ടം മുതൽക്ക് ഈ മാരണ പ്രവർത്തനങ്ങൾക്കും ഈ തരം സിഹിറിന്റെ പ്രവർത്തികൾക്കും പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ് എന്നതാണ് ആ വിഷയം പഠിച്ചു വന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടിയ തെളിവുകളും ചരിത്രപരമായ തെളിവുകളും ഒക്കെ വെച്ചുകൊണ്ട് അവർ ഈ വിഷയത്തിൽ പിന്നെ ഈ ഉന്നതിയിലായിരുന്നു. മാത്രമല്ല, ജൂതന്മാരുടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തിന് ശേഷമുള്ള അവരുടെ ഈ പലായനത്തിന്റെയും മർദ്ദനത്തിന്റെയും കാലഘട്ടം പരിശോധിക്കുമ്പോൾ അവർ ബാബിലോണിയയിൽ അഭയം തേടിയ കാലഘട്ടവും അവിടെ കഴിഞ്ഞുകൂടിയ കാലഘട്ടവും ഒക്കെ ഉണ്ട് താൻ. അപ്പൊ അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് എന്താണ്, ഞാനൊന്ന് പറഞ്ഞു തീർക്കാം, ഒരു വാചകം പൂർത്തിയാകുന്നിടത്ത് ഞാൻ നിർത്താം. ഒമായു അല്ലിമാനി, ഈ 2 പേരും ഹാറൂത്തും മാറൂത്തും മിൻ അഹദിൻ, ഒരാൾക്കും ഒന്നും പഠിപ്പിച്ചിരുന്നില്ല. ഹത്താ യഖൂല, പറഞ്ഞിട്ടല്ലാതെ, ഇന്നമാനഹനു ഫിത്ന, ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, ഫലാ തക്ഫുർ, അവിശ്വസിക്കരുത്. അപ്പൊ 2 മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഹാറൂത്ത് മാറൂത്ത് എന്ന് പേരുള്ള 2 മലക്കുകളെ ബാബിലോണിയയിൽ എന്നോ പറഞ്ഞയച്ചിരുന്നു. അവർ മലക്കുകളുടെ രൂപത്തിലായിരിക്കില്ല, മനുഷ്യ രൂപത്തിലായിരിക്കണം. കാരണം മനുഷ്യർക്ക് കാണാൻ കഴിയില്ല. അവരാളുകൾക്ക് എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്താന്ന് പറഞ്ഞില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. അവർ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ പറയാറുണ്ട്, പഠിക്കണ്ട, ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം, പക്ഷെ പഠിക്കണ്ട, ഇതൊരു പരീക്ഷണമായി അള്ളാഹു ചെയ്തതാണ്, അവിശ്വാസിയാവണ്ട എന്ന് പറയാറുണ്ട്. എന്താ പഠിച്ചിരുന്നത്? ഇപ്പൊ യതഅല്ലമൂന, ആളുകൾ പഠിച്ചിരുന്നു, മിൻഹുമ, ആ ഹാറൂത്ത് മാറൂത്തിൽ നിന്ന്, മാ യുഫർരിഖൂന ബിഹി, വേർപിരിക്കാനാവുന്നവ, ബൈനൽ മർഇ വ സൗജിഹി, ഒരാളുടെയും അയാളുടെ ഇണയെയും, ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കാൻ പറ്റുന്ന, അകറ്റാൻ പറ്റുന്ന എന്തോ കാര്യങ്ങളാണ് അവർ പഠിച്ചിരുന്നത്, പഠിപ്പിക്കപ്പെട്ടിരുന്നത് എന്നും ഖുർആൻ പറഞ്ഞു. ഇത് സിഹറാണോ? അങ്ങനെ ഖുർആൻ പറഞ്ഞില്ല. ഏത് രീതിയിലാണ് ഈ ഭാര്യാഭർത്താക്കന്മാരുടെ ഭിന്നിപ്പിച്ചിരുന്നത്? അതും പറഞ്ഞില്ല. ഒരു വിശദീകരണവും പറഞ്ഞില്ല. ഒരു 2 മലക്കുകളെ പറഞ്ഞു, ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകൾ. അവർ മനുഷ്യരൂപത്തിൽ വന്നു. അവർ ജനങ്ങളോട് പറഞ്ഞു, ഇതൊരു പരീക്ഷണമാണ്, ഇത് പഠിക്കണ്ട, നിങ്ങൾ വിട്ടു നിന്നോ. അപ്പൊ ഒരു നല്ല വിജ്ഞാനമായിരിക്കില്ല. കാരണം എന്താ? ഭാര്യാഭർത്താക്കന്മാരെ യോജിച്ചു പോകുന്ന ദമ്പതികളെ ഭിന്നിപ്പിക്കാൻ ഉതകുന്ന എന്തൊക്കെയോ തന്ത്രങ്ങളോ വിദ്യകളോ എന്തൊക്കെയാണ് അവർ പഠിപ്പിച്ചത്. അത് നേർക്ക് നേരെയുള്ളവയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ടാവാം, അല്ലാഹു അഅലം. എന്തായിരുന്നാലും ശരി, അവരെ പഠിപ്പിച്ചു കൊടുത്തപ്പോ പഠിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ പിന്നെയും പോയി ഇവരെ പക്കന്ന് പഠിച്ചു. എന്നിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞതിന്റെ ബാക്കി എന്താ? ആ ബാബിലോണിയയിലെ ഹാറൂത്ത് മാറൂത്ത് എന്ന പിന്നെ മലക്കുകൾ പഠിപ്പിച്ചിരുന്ന ചില വിദ്യകളില്ലേ, ഈ ഇസ്രായേലിയർ അതും പകർത്താൻ തുടങ്ങി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ രാജാധിപത്യത്തെ പറ്റി
പിശാചുക്കൾ പറഞ്ഞു പരത്തിയ സിഹിറിന്റെ സ്വാധീനമാണ് എന്നത് ഇവർ ഏറ്റെടുത്ത് പറയാൻ തുടങ്ങി. ബാബിലോണിയയിൽ പണ്ട് ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞാച്ചിട്ടുണ്ട്. മലക്കുകൾ ദമ്പതികൾക്കിടയിൽ ഭിന്നിപ്പിക്കാൻ ഉതകുന്ന എന്തൊക്കെയോ ചില വിദ്യകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ആ വിദ്യകളുടെ പിന്തലമുറക്കാരാണ് എന്ന മട്ടിൽ അതും ഇവർ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അപ്പൊ നമുക്ക് സംശയമായി, അങ്ങനെ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഭിന്നിപ്പിക്കാൻ പറ്റുന്നത് സിഹിറാണോ? അങ്ങനെയാണ്. സിഹിറാന്ന് ഖുർആൻ പറഞ്ഞില്ല, ഈ കൂട്ടത്തിൽ ആ വാക്കും കൂടി ഉദ്ധരിച്ചെന്ന് മാത്രം. പിന്നെ എനിക്കൊക്കെ തോന്നാറെന്താണെന്നറിയോ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഭിന്നിപ്പിക്കാൻ സിഹിറിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നതല്ല ഞാൻ. അതൊരു 2 വാക്കുകൊണ്ട് 3 വാക്കുകൊണ്ട് 4 കൊണ്ട് മതി. നിങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുന്നവരല്ലേ. ഏറ്റവും നല്ല ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം. എപ്പോഴും ഏറ്റവും പെട്ടെന്ന് പൊട്ടലും ചീറ്റലും ഉണ്ടാവാൻ സാധ്യതയുള്ളതുമാണ് ഭാര്യാഭർത്തൃ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ. അകലണം എന്നില്ല. അതൊരു ചെറിയ കാര്യങ്ങൾക്ക് വരെ പലപ്പോഴും അതങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങളോ അല്ലെങ്കിൽ അകൽച്ചകളോ ഒക്കെ രൂപാന്തരപ്പെടാറുണ്ട്. അള്ളാഹു പറഞ്ഞ വാക്കിനെ ഞാൻ നിസ്സാരമാക്കിയതല്ല. അവരെന്തോ വലിയ ആനക്കാര്യം പഠിച്ചു എന്ന് പറയേണ്ടില്ല, ഇത്രമാണ്. വമാഹും ബിൽ ആരീന ബിഹിമിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെ കുറെ വിജ്ഞാനങ്ങളും മറ്റും കൊണ്ടൊക്കെ പിന്നെ സിഹിർ കൊണ്ടുമൊക്കെ ആളുകൾ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ഈ ആളുകൾക്ക് ഈ കഴിവുകൾ അള്ളാഹു നൽകിയതാണോ? അതൊരു പ്രപഞ്ച നിയമമാണ്. എന്താണ് ആ പ്രപഞ്ച നിയമം? സ്വർണത്തിന്റെ സൂചി കൊണ്ട് കുത്തിയിരുന്നാലും കണ്ണുപൊട്ടും. അത് കുത്തുന്ന വ്യക്തിയുടെ മഹത്വമോ മറ്റവന്റെ കണ്ണിന്റെ പോരായ്മയല്ല, അതൊരു പ്രപഞ്ച നിയമമാണ്. അതുപോലെ ചില വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുക, ചില ലോഹങ്ങൾ ഉപയോഗപ്പെടുത്തുക, ചില പച്ചമരുന്നുകൾ ഉപയോഗപ്പെടുത്തുക എന്നതൊക്കെ ചെയ്തൊക്കെ വന്നാൽ മനുഷ്യരുടെ മനസ്സുകൾ ചില തോന്നലുകൾ ഉണ്ടാക്കാനോ, ആ തോന്നലുകൾ പെരുകിയിട്ട് വേണമെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള ധാരണ പിശകുകൾ ഉണ്ടാവുകയും അതൊടുവിൽ വേർപിരിയിൽ വരെ എത്തുകയും മറ്റുമൊക്കെ ചെയ്യാവുന്നതാണ്. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു നിയമം മാത്രമാണ്. അതിന്റെ അപ്പുറമുള്ള കഴിവൊന്നും ഇവർക്കാർക്കുമില്ല. ഇവരെ പറ്റിയുള്ള ഭയപ്പാടും വേണ്ട, ആ തരം മതിപ്പും വേണ്ട. വയത്തല്ലമൂൻ, അവർ പഠിച്ചിരുന്നതുമായ എതിർവും ദോഷകരമായ കാര്യങ്ങളാണ്. ഒരു ഉപകാരവും അവർക്ക് ചെയ്യാത്ത കാര്യങ്ങളുമാണ്. വലക്കത് അലിമു, അവർക്ക് തന്നെ അറിയാമല്ലോ ഇഷ്ടറാഹു, ഈ സിഹിറിനെ വില കൊടുത്ത് വാങ്ങിക്കുന്നവർ മാലോഫിൽ ആക്രത്തിമിൽ ഹലാൽ, പരലോകത്തിന് യാതൊരു പങ്കും കിട്ടാനില്ല എന്ന്. പല ബീസമാ ഷറോബി അമ്പുസം, സ്വന്തം ശരീരങ്ങൾ അവർ എന്തിനു പകരം വിറ്റുകളഞ്ഞുവോ അതൊക്കെ എത്ര ചീത്ത. ലൗകാനു യഅലമൂൻ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. ആ ആയത്തിന്റെ ആകത്തുക എത്രയുള്ളൂ. ഇസ്രായേലിയർ തൗറാത്തിനെ ഉപേക്ഷിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ട് അവർ സിഹിറിന് പ്രചാരം നൽകുകയും ആ തരം ക്ഷുദ്ര പ്രവർത്തികളെ അവർ മതത്തിന്റെ അംഗീകാരം നൽകി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനവർ ചെയ്ത വേല ഇത് സുലൈമാൻ നബി അലി ഇസ്ലാം അംഗീകരിച്ചതാണ് എന്ന മട്ടിൽ പ്രചരിപ്പിച്ചു. പിന്നെ അവർ ചേർത്ത് പറഞ്ഞു, ബാബിലോണിയയിൽ പണ്ട് 2 മലക്കുകൾ വന്നില്ലായിരുന്നുവോ, അവർ പഠിപ്പിച്ചതാണ് എന്ന മട്ടിൽ അവർ പ്രചരിപ്പിച്ചു. ഇതവർ ചെയ്ത വലിയൊരു തെറ്റായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അപ്പൊ എന്തായി? സിഹിറും മതവുമായോ അള്ളാഹു അയച്ച നബിമാരുമായോ അള്ളാഹു പരീക്ഷണാടിസ്ഥാനത്തിൽ പറഞ്ഞയച്ച ഈ പിന്നെ മലക്കുകളുടെ അധ്യാപനങ്ങളുമായോ, അതായത് അവർക്ക് നേരെ ആവശ്യത്തിന് വന്നതല്ല, പരീക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അവരുമായോ ബന്ധപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കേണ്ടതില്ല. എന്തിനാണ് ഖുർആൻ ഇത് പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ, ഈ തരം ചില വിഷയങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടാവും. ഒറ്റവാക്കിൽ അത് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതേസമയം അത് ചെയ്യുന്നവരോ അത് പഠിച്ചവരോ ആയ ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തുണ്ടാവും. ഇപ്പൊ സിഹിറൊക്കെ ലോകത്ത് പല സ്ഥലത്തും യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ പൂനെയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇതൊരു പാഠ്യ വിഷയമാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും സിഹിർ ആഭിചാരം ഒരു സിലബസിലുള്ള ഒരു വിഷയമാണ്. ചേർന്ന് പഠിക്കാൻ പറ്റും. പറ്റുന്ന ഹലാലാണെന്ന് അർത്ഥത്തിനല്ല, സാധ്യതയുണ്ട്. അപ്പൊ അവര് നമ്മളിതില്ല, തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ നോക്കി കളിയാക്കി, എന്താ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അതൊക്കെ അവർ പറയും. അപ്പൊ പിന്നെ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഈ സിഹിർ ചെയ്യുന്ന ഈ ആളുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഫലത്തിൽ വരുന്നത്, ഈ തോന്നലൊക്കെ എങ്ങനെ ഉണ്ടാകുന്നതിനെ പറ്റി നമുക്കത് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ കഴിയില്ല. കാരണം നമുക്ക് അറിയില്ല അതിനെപ്പറ്റി. സിഹിർ ചെയ്യുന്ന ആളുകളൊന്നും അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ സിഹിർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കാണുന്നില്ല. ഇങ്ങനെയാണ് നമുക്ക് വായിച്ചു പഠിക്കരുത്, അങ്ങനൊന്നും കാണുന്നില്ല. ഈ പാഠപുസ്തകങ്ങൾ വല്ലതും കിട്ടാൻ പറ്റുമോ ഞാൻ അന്വേഷിച്ചു. എനിക്ക് ആ പാഠപുസ്തകങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർ പഠിപ്പിക്കുന്ന ബുക്കുകൾ എന്താണ് എന്നതിനെപ്പറ്റി. അപ്പൊ എന്തായി? പൊതുവെ ജനങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തൊരു കാര്യമാകുമ്പോൾ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ അതൊക്കെ ഒയ്ബിയായതാണ് എന്ന് പറഞ്ഞിട്ട് കേട്ടു. ഇത് ഒയ്ബല്ല, ഇത് ഒയ്ബിയായിട്ട് യാതൊരു ബന്ധമില്ല. ഖുർആന്റെ ആയത്തുകൾ എവിടെയാണ് ഒയ്ബ് വന്നത്? അദൃശ്യമായ ഒരു കാര്യവുമല്ലത്. ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയാണ് അവർ സിഹിർ ചെയ്യുന്നത്. ഏതുപോലെ എന്നറിയങ്ങള്? നല്ലൊരു ഉദാഹരണം, കിണറിന് സ്ഥാനം നോക്കുന്ന ആൾക്കാരെ കണ്ടില്ല നിങ്ങള്?
കയ്യിലൊരു സ്വർണത്തിന്റെ ചെയിനോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചില്ലയോ കയ്യിൽ വെച്ചിട്ട് അവരിങ്ങനെ നടന്നു പോയിട്ട് അവരെ കയ്യിലിരിക്കുന്ന ചില്ല അറിയാതെ ആടിക്കൊണ്ടേയിരിക്കും. ഒരു 6 മാസം മുമ്പാണെന്ന് തോന്നുന്നു എന്റെ പറമ്പിൽ വന്ന ഒരാൾ ചെയ്തിരുന്നു. 6 മാസമല്ല, അതിൽ കൂടുതലായി. ഞാൻ വിചാരിച്ചു ഇയാൾ ഇളക്കുകയാണെന്ന്. അല്ല, ശരിക്കും ഇളകാണ്. ഞാൻ പിടിച്ചു നോക്കി, എന്റെ കൈമേൽ ഒന്നും തോന്നിയില്ല. എന്താ ഇയാളുടെ കൈകൾ മാത്രം ഇങ്ങനത്തെ ഇത്തരക്കാർ ആളുകളുടെ കൈകൾ മാത്രം ഇളകാൻ കാരണം? ഇയാളുടെ കയ്യിൽ സ്വർണ്ണച്ചെയിൻ മാത്രം എന്താ വട്ടം കറങ്ങാൻ കാരണം? അല്ലെങ്കിൽ ഇയാളുടെ കയ്യിലെ തേങ്ങ മാത്രം എന്താണ് ഉരുണ്ട് താഴെ വീഴാൻ കാരണം? ഈ തിരക്കാരപ്പെട്ട് നമുക്കറിയില്ല. അതുകൊണ്ട് ഒയ്ബ, ഇയാൾ ഒയ്ബ അറിയുന്ന ആളാ? ഏയ്, ഒയ്ബ് എന്ന് പറയുമ്പോഴേ എല്ലാവരും അറിയണമെന്ന് ശഠിക്കരുത്. സമൂഹത്തിലെ ഏതെങ്കിലും ആളുകൾക്ക് അതിന്റെ കാര്യം അറിയാമെങ്കിലും അത് ഒയ്ബിന്റെ പട്ടികയിൽ വിടില്ല. ഒരു മനുഷ്യന്റെയും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു കാലത്തും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റി മാത്രമേ ഒയ്ബ് എന്ന് പറയുള്ളൂ. സിഹിറും ഒയ്ബിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെന്തെങ്കിലും തോന്നലുകൾ ഉണ്ടാക്കുന്നത് ഒയ്ബിയായ മാർഗത്തിലുമല്ല, ഡയറക്റ്റ് ആയ രൂപത്തിൽ മാത്രമാണ്. അതാ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സംഭവം വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ആളുകൾ പറയാറ് ഈ സിഹിറിന്റെ വിഷയത്തിൽ എന്തോ ജിന്നുകളുടെ സ്വാധീനമുണ്ട്, ജിന്നുകളുടെ സഹകരണമുണ്ടെന്ന. ഖുർആനിൽ സിഹിറിനെ പറ്റി പറയുന്ന ആയത്താണിത്. ഇവിടെ എവിടെയാ കൂട്ടര് ജിന്നുകളുടെ സഹായത്താലാണ് ഇത് ചെയ്തത്? അപ്പൊ നമുക്ക് പറ്റിയതാണ്. ഇതിനെ ഗൈബുമായി ബന്ധിപ്പിച്ചു, ജിന്നുമായി ബന്ധിപ്പിച്ചു, അനാവശ്യമായതൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കി. ഇനി ഞാൻ അടുത്ത ആഴ്ചയിൽ ആ ആയത്തിന്റെ കൂടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതുമായുള്ള വിഷയം തരും. എന്താ ഉണ്ടാവേണ്ടത്? സിഹിർ എന്നൊരു വിജ്ഞാന ശാഖൻ, വിജ്ഞാനം എന്ന് പറയുന്നത് മഹത്തരം എന്ന് വിചാരിക്കേണ്ടതില്ല, ഒരു ഗുരുനാഥനിൽ ചൊല്ലിപ്പഠിക്കാവുന്ന ഒരു അറിവിന്റെ ഭാഗം ഇവിടെയുണ്ട്. അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നതിനെ പറ്റി വ്യക്തമായ ഒരു മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. അത് സംഭവം നടക്കുന്നുണ്ട്. അതിന് ഗൈബുമായി ബന്ധമില്ല, ജിന്നുകളുമായി ബന്ധമില്ല, അതിന് അപാരമായ സ്വാധീന ശക്തിയുമില്ല. കച്ചവടം മുടക്കാൻ, ആളെ കൊല്ലാൻ, നശിപ്പിക്കാൻ, ദൂര ദിക്കുകളിൽ വരെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ, അങ്ങനത്തെ ഒക്കെ കള്ളക്കഥകളാണ്. പകരം എന്തിനു സാധിക്കും? മാക്സിമം വ്യക്തികളിൽ ചില തോന്നലുകൾ ഉടലെടുപ്പിക്കാൻ സാധിക്കും. അതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നുമില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളോ രോഗങ്ങളോ സിഹിർ കൊണ്ടുണ്ടായതാണ് എന്ന് സങ്കല്പിക്കാനേ പാടില്ല. അതിന് വേറെ കാരണങ്ങളായിട്ട് അന്വേഷിച്ച് ചികിത്സിക്കാന്നല്ലാതെ അത് സിഹിറാണ് എന്ന് പറഞ്ഞ് ചിന്തിക്കേണ്ടതില്ല, ആ വഴിക്ക് ആലോചിക്കേണ്ടതില്ല. സംഭവമുണ്ട്, അത് നമ്മളെ സംബന്ധിച്ച് ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന വിധത്തിൽ ധൈര്യമായി മുന്നോട്ട് പോവുക. ഓക്കെ, ബാക്കി അടുത്ത ആഴ്ച. 10 മിനിറ്റിലധികമായി. It's another interpretation that the angels did not come. The story of Harut and Marut, I heard that it was the opinion of Ibn Abbas. നിങ്ങൾ അഭിപ്രായം പറയാത് ബബാ ഉൻസില എന്ന് പറയുന്നിടത്തും ബാബിലോണിയയിൽ അങ്ങനെ 2 മലക്കുകൾ വന്നിട്ടില്ല എന്നൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ആ ആയത്തിന്റെ ഒഴുക്കിനനുസരിച്ചുള്ള ഭൂരിഭാഗം മുഫസ്സിറുകളും വിശദീകരിച്ച അർത്ഥമാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ ഈ സംശയം ചോദിക്കുന്ന ആള് അറിയാൻ കുറെ കൂടി ശ്രമിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറയാം, ഒരുപാട് അഭിപ്രായങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിലേക്ക് ചേർത്ത് പറയാറ്. പക്ഷെ പലപ്പോഴും ആ അഭിപ്രായങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അല്ല എന്നതാണ് വ്യക്തം. എങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് 3-4 അഭിപ്രായം ഉണ്ടാവുക ഇബ്നു അബ്ബാസിന്റെ എന്ന് പറഞ്ഞിട്ട്? അത് പലരും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രചാരം കിട്ടാൻ പറയുന്നതാണ്. ഈ വിഷയത്തിൽ ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന എന്താന്ന് പറഞ്ഞാല്, ഒരു വാക്ക്, ഇപ്പൊ തഫ്സീർ തബരിയാണ് ആദ്യത്തെ തഫ്സീർ, ഇബ്നു ജരീർ തബരി. അദ്ദേഹം പറയാറ് ഒരായത്തിന്റെ ശകലം എടുത്തിട്ട് ഈ വിഷയത്തിൽ ഇപ്പൊ ഷയാത്തീൻ, അത് ഷയാത്തുൽ ഇൻസ് വൽ ജിന്ന് എന്ന അഭിപ്രായം പറഞ്ഞു. എന്നാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞ സഹാബികൾ താഴെ പറയുന്നവരാകുന്നു, ഈ അഭിപ്രായം പറഞ്ഞ താബികൾ ഇന്നവരാകുന്നു. പിന്നെ രണ്ടാമത്തെ അഭിപ്രായം, ഷയാത്തീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷയാത്തുൽ ഇൻസ് മാത്രമാണ് എന്നൊരു അഭിപ്രായം. എന്നിട്ട് അദ്ദേഹം പറയും ഈ അഭിപ്രായം പറഞ്ഞവർ താഴെ പറയുന്നവരാകുന്നു, ഈ അഭിപ്രായം പറഞ്ഞവർ താഴെ പറയുന്നവരാകുന്നു. എന്നിട്ട് അദ്ദേഹം പറയും ഞാൻ ഇതിൽ മുഖ്താറാക്കുന്നത്, തെരഞ്ഞെടുക്കുന്ന അഭിപ്രായം ഇന്നതാണ്, കാരണം ഇന്നവരൊക്കെ ഈ അഭിപ്രായത്തിന്റെ കൂടെ നിന്നിരിക്കുന്നു. ഇവ വിശകലനം ചെയ്തിട്ടാണ് ക്ലാസ്സുകളിലൊക്കെ ഒരു അഭിപ്രായം സ്വരൂപിച്ച് പറയുന്നതും മുന്നോട്ട് പറയുകയൊക്കെ ചെയ്യുന്നത്. അതിന് പക്ഷേ ഇബ്നു അബ്ബാസ് പറഞ്ഞതിനോട് ശരിയായി ഇതിനോട് യോജിച്ചു വരാം, ചിലപ്പോൾ എതിരായി വരികയും ചെയ്യാം. ആ ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയും. ഓക്കെ, എന്നാ ക്ഷമിക്കുക, 14 മിനിറ്റ് കൂടുതലേക്ക്. ശാപം ശപിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ കുറിച്ച് എന്താണ് ദീനിന്റെ വിധി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേൾപ്പിച്ചു തരാം. ഞാൻ ലഅ്നാനല്ല എന്ന് പറഞ്ഞാണ്. ശാപവാക്കുകളും ശപിക്കാനും വേണ്ടി അയക്കപ്പെട്ടവനല്ല ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ലഹരി ഉപയോഗിച്ചിട്ടാന്ന് തോന്നുന്നു 1-ലധികം തവണ ശിക്ഷിക്കപ്പെട്ട ഒരു സഹാബിയെ ഇയാൾക്ക് എപ്പോഴും തന്നെയാണ് പണി എന്ന മട്ടിൽ അയാളെ ശപിച്ചുകൊണ്ട് അരികത്ത് നിൽക്കുന്നത് ശിക്ഷിക്കപ്പെടുകയാണ് 1-ലധികം തവണ. ആരോ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു, വേണ്ട, അത് വേണ്ട, ആ വാക്ക് ഉപയോഗിക്കണ്ട,
അയാൾ തൗബ ചെയ്തെങ്കിൽ അയാൾ പടച്ചവനെ സ്വീകരിച്ചു കൊടുക്കൂലേ? അപ്പൊ ശാപവാക്കുകൾ നമ്മൾ ഒഴിവാക്കുക. എന്താ ശാപം എന്ന് പറഞ്ഞാൽ സത്യത്തില് ഞാനുങ്ങളൊക്കെ ശാപത്തെ പറ്റി കേട്ടത് എപ്പോഴാണെന്നറിയോ? ഹിന്ദു പുരോഹിതന്മാരും സന്യാസികളും ഒക്കെ തപസ്സിരിക്കണ നേരത്ത് കുറെ തപസ് മുടക്കാൻ വന്ന മാൻകുട്ടിയെയോ പെണ്ണിനെയോ ഒക്കെ ശപിച്ച് കല്ലാക്കി എന്നുള്ള കാര്യം ഞാനൊക്കെ കേട്ടു. പിന്നെയാണ് ഖുറാനിൽ ദീനി ഭാഷത്തിൽ ലാനത്ത് എന്ന വാക്കിനെ പറ്റിയൊക്കെ പറഞ്ഞത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് തടയപ്പെടുക എന്നാണ് ശാപം എന്ന് പറഞ്ഞാൽ. ലാനഹുള്ള എന്നാ അള്ളാഹുവിന്റെ അനുഗ്രഹം അയാൾക്ക് തടയപ്പെടട്ടെ എന്നാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് അനുവാദമില്ല. ശാപിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരല്ല നമ്മള്. ഏറി കവിഞ്ഞാൽ അള്ളാഹു അയാളോട് കണക്ക് ചോദിക്കട്ടെ എന്ന് പറയാ ഏറി വന്നാൽ, അല്ലെങ്കിൽ പുറത്തു കൊടുക്കട്ടെ എന്ന് അവിടെ അവസാനിക്കും. ഓക്കെ എന്നാല് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കാണാം. അസ്സലാമു അലൈക്കും.